ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. മനോഹരമായ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ദാനമായി തന്നതുകൊണ്ട് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും 21-ാമത്തെ ദിവസം ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിച്ച ദൈവത്തിൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം. കഴിഞ്ഞ 20 ദിവസങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ വിശ്വാസ കുടുംബങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിച്ചല്ലോ. അതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഈ ചർച്ചിൽ കൂടി വരുന്ന ഒരാളെ പോലും മിസ്സാക്കാതെ എല്ലാവരെയും വഹിച്ച് അവരെ ഞങ്ങളുടെ കാര്യങ്ങളിൽ വഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ സഹായിച്ചല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യും. വിശുദ്ധ ആരാധനയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം, പാടുവാൻ ഞങ്ങളെ സഹായിക്കണം, പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തണം. നല്ല സങ്കീർത്തനങ്ങളും സാക്ഷ്യങ്ങളും നല്ല പ്രബോധനങ്ങളും ദൈവം ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ ദാസൻ, ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ ഞങ്ങളുടെ നടുവിൽ അയക്കണം. തിരുമേശ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രായമുള്ള സഹോദരി സഹോദരന്മാർക്കായി മാതാപിതാക്കൾക്കായിട്ട് സ്തോത്രം. എല്ലാവരെയും ദൈവം സഹായിക്കണം. ആരും ഇന്നത്തെ ആരാധന ഉപേക്ഷിപ്പാൻ അനുവദിക്കരുത്. ആമേൻ. ദൈവകൃപ ഞങ്ങളുടെ മേലെല്ലാം പകരണം. എല്ലാ മഹത്വവും അനുഗ്രഹം ഞങ്ങളുടെ മേൽ ചൊരിയണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ നമ്മുടെ കാര്യമെല്ലാം നമുക്ക് ഉയർത്തി ഒരുമിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. കുഞ്ഞാട്ടിൻ ദൈവരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു എന്നൊരു പഴയ ഗാനം എല്ലാവരും ഭാഗത്തുനിന്ന് നന്നായിട്ട് പാടി കരമടിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കുഞ്ഞാട്ടിൻ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, താൻ ചാങ്ങിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. ഓ മകത്വം രക്ഷക എന്നെ നീന്റെ ആയുസ്സിനാളെല്ലാം നന്ദിയോടായി വണങ്ങും. സ്തുതിക്കും നാളെല്ലാം നന്ദിയോടാടി വണങ്ങും. സിയോൻ യാത്രയിൽ മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരോധിയായി. ആർപ്പോടു നിന്നെ ഘോഷിക്കും. ഓടുന്നു എൻ വിരോധിയായി. ലഭിക്കും നിശ്ചയം. പ്രാപിക്കും വന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. പ്രാപിക്കും വന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ള ഈ ലോകസുഖം തള്ളി ഞാനാ ഭാഗ്യം കണ്ടപോലെ. ഭാഗ്യകാലം തള്ളി ഞാനാ ഭാഗ്യം കണ്ടപ്പോൾ നിത്യമാം രാജ്യത്തിൽ ഞാൻ പാടിടും. രാജൻ മോഹം കൊണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. ഓ രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. മനോഹരമാം സിയോനിൽ ഞാൻ വേഗം ക്ലേശമാകെ നീങ്ങിപ്പോമാവിടെയെത്തുമ്പോൾ. മനോഹരമാം സിയോനിൽ ഞാൻ വേഗം ക്ലേശമാകെ നീങ്ങിപ്പോമാവിടെയെത്തുമ്പോൾ. നിത്യമാം സന്തോഷം പ്രാപിക്കും
കൂടിടും സാനന്ദം പാടിടും യേശുരാജൻ മുൻപാകെ ആനന്ദം കൂടിടും സാനന്ദം പാടിടും യേശുരാജൻ മുൻപാകെ കുഞ്ഞാട്ടിൽ തീരും രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു കാഞ്ചാങ്കിലെ ശുദ്ധ ഞാൻ ജയം പാടിയിടും മഹത്വം രക്ഷകാ സ്തുതി നിനക്കുന്നു എന്റെ വീണ്ടെടുത്തതിനായി സ്തുതിക്കൂ ആയുസ്സിൽ നാളെല്ലാം നന്ദിയോടാണല്ലോ സ്തുതിക്കൂ ആയുസ്സിൽ നാളെല്ലാം നന്ദിയോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരോധി ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരോധിയായി ലഭിക്കും നിശ്ചയം മധ്യത്തിൽ പ്രാപിക്കുമെന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നോ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ള കൊള്ളുമ്പോ ഈ ലോക സുഖം ഭാഗ്യകാലം ഓർക്കുമ്പോൾ ഈ ലോക സുഖം ഭാഗ്യം കണ്ടപ്പോ നിത്യമാം രാജ്യത്തിലന്നു ഞാൻ പാടിയോ സ്വർഗത്തിൽ കോടികൾ യുഗങ്ങളായി രക്തത്തിൽ വാഴുമേ സ്വർഗത്തിൽ യുഗങ്ങളായി ഞാൻ ഓ േശമായി നീങ്ങിപ്പോകുമ്പോൾ മനോഹരമാം േശമായി നീങ്ങിപ്പോമാവിടെ എത്തുമ്പോൾ പ്രാപിക്കുമെന്നു ഞാൻ ശത്രു ഇരുപ്പാൻ പാടില്ല ആനന്ദം കൂടിടോ ആനന്ദം കൂടിടോ ആനന്ദം പാടിടും യേശുരാജൻ മുൻപാകെ കുഞ്ഞാട്ടിൻ ഞാൻ കാഞ്ചാങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം ആടിനോ മഹത്വം രക്ഷക സ്തുതി നിനക്കുന്നു നാളെല്ലാം നന്ദിയോ അടിവാടങ്ങോ സ്തുതിക്കൂ ആയുഷ്യ നാളെല്ലാം നന്ദിയോ അടിവാടങ്ങോ ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ മുൻപോട്ടു തന്നെ ഓടുന്നു എന്തിരോ നായി ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ മുൻപോട്ടു തന്നെ
ഓടുന്നു എൻ വിരോധിനായി. ലഭിക്കും നിശ്ചയമെൻ വിരോധനിക്ക്. നിന്നോ ദൂതന്മാരുടെ മധ്യത്തിൽ പ്രാപിക്കുമെന്നു ഞാൻ. നിന്നോ ദൂതന്മാരുടെ മധ്യത്തിൽ എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ള എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ള ഈ ലോകസുഖം അള്ളി ഞാനാ ഭാഗ്യം. ഓ നിത്യമാം അന്നു ഞാൻ പാടിടൂ രാജൻ മോഹം കണ്ടു എന്നു ഞാൻ. കോടി കോടി യുഗങ്ങളായി രക്തത്തിൽ ഫലമായി വായുവേ സ്വർഗത്തിൽ. കോടി കോടി യുഗങ്ങളായി മനോഹരമാം സിയോനിൽ ഞാൻ ക്ലേശമാകെ നീങ്ങിപ്പോമാവിലെത്തുമ്പോ മനോഹരമാം സിയോനിൽ ഞാൻ വേഗം ചേർന്നിടും. ഓ എൻ ക്ലേശമാകെ നീങ്ങിപ്പോമാവിലെത്തുമ്പോ നിത്യമാം പ്രാപിക്കുമെന്നു ഞാൻ ശത്രുവിനത്. ഓ ആനന്ദം കൂടിലോ സാനന്ദം പാടിലോ യേശു മുൻപാകെ. കുഞ്ഞാറ്റിൻ തീരോത്താൽ ഓ താൻ ചാങ്കിലെ ശുദ്ധരെ താൻ ഞാൻ ജയമാടിയോ. നീ എന്നെ നീ വിട്ടടുക്കാതിനാൽ ഓ സ്തുതിക്കും അങ്ങ് ഞാനായുസേ അടിവണങ്ങോ. സ്തുതിക്കും അങ്ങ് ഞാൻ ഓ സ്തുതിക്കും അങ്ങ് ഞാനായുസേ നന്ദിയോടടിവണങ്ങോ. സ്തുതിക്കും അങ്ങ് ഞാനായുസേ നാടെല്ലാം അടിവണങ്ങോ. സ്തുതിക്കും അങ്ങ് ഞാനായുസേ നാടെല്ലാം നന്ദിയോ. ഓ സ്തുതിക്കും അങ്ങ് ഞാനായുസേ നന്ദിയോ. ഓ സ്തുതിക്കും അങ്ങ് ഞാനായുസേ ദുരബാലാരകലാരകലം ജഗദാവൈഷമനഗതി ആരാധന. ഓ ശമനം ദല ബൗഡബരം ദല ബൗഡബരം ദല ബൗഡബരാജകർ ബൗഡബരാദല ബൗഡബരം ദല ബൗഡബരാദല ഹസ്തജരാദല ബൗഡബരാദ. താങ്ക് യു ലോർഡ്. ദൂഡബരം ദൽ രാദൽ രാദൽ രഗദം രഗദല ബൗഡബ ദിബരാദകരം ദല ബൗഡബരാജകരാദകരാദല ബൗഡബരീവൽ ബൗഡബരം ദൽ ജാനക വൈഡബ. ഹല്ലേലൂയ. കൃപ താങ്ക് യു ലോർഡ്. ദൈവകൃപയേ സ്തോത്രം 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 സ്തോത്രം.
Thank you, Lord. ദൈവകൃപ 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 ദൈവകൃപയേ. Thank you, Jesus. ചേർന്ന് നമ്മുടെ കരമുയർത്ത് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ശക്തിയോട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ഒന്നുകൂടെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്കാൻ നമ്മുടെ കണ്ണുകൾ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അടയ്ക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ഒരു നിമിഷം കർത്തൃ സന്നിധിയിലേക്ക് ആഗ്രഹമാക്കി ഈ വാസ പ്രാർത്ഥനയുടെ 21-ാമത്തെ പകലിൽ നമുക്ക് ഒരുമിച്ച് വിശുദ്ധ സഭായോഗമായി അടുത്തു വരുവാൻ ദൈവം നമുക്കൊരുക്കിയ ഭാഗ്യ നിമിഷങ്ങൾക്കായി നമുക്ക് നന്ദിയോടെ കർത്താവിനെ ഇന്ന് രാവിലെ നമുക്ക് സ്തുതിക്കാം. കഴിഞ്ഞ 20 ദിവസങ്ങൾ ദൈവത്തോട് ചേർന്ന് വസിപ്പാനും അനേക വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാനും ദൈവം നമുക്ക് സംഗതി വരുത്തിയല്ലോ. കർത്താവിന്റെ കരുണയ്ക്കും കൃപയ്ക്കുമായി നമുക്ക് നന്ദിയോടെ ഇന്ന് രാവിലെ നമുക്ക് സ്തോത്രം ചെയ്യാം. വിശുദ്ധ സഭായോഗത്തിന്റെ അനുഗ്രഹത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വന്നിരിക്കുന്ന ദൈവമക്കളെ നമുക്ക് ഓർത്ത് സ്തോത്രം ചെയ്യാം. എല്ലാ പ്രിയമുള്ളവരെയും ഇന്ന് പകൽ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും ഓരോ കുടുംബങ്ങളുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടുന്ന് പകരപ്പെടേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ ആയിരിക്കുന്ന ദൈവമക്കൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാർത്ഥനയിലുടനീളം നമ്മുടെ ഒപ്പമായിരുന്ന വത്സല ജോസഫ് അച്ചാനും അൽസല അമ്മാമയും നമ്മുടെ കൂടെ ഇന്ന് പകലുണ്ട്. ആ വത്സല കുടുംബത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. എമേൻ എമേൻ മാത്യു പാസ്റ്ററിന്റെ അമ്മാമയും കുഞ്ഞുങ്ങളും ഇന്ന് പകൽ നമ്മുടെ ഒപ്പം ആരാധനയ്ക്കുണ്ട്. അവരെ നമുക്ക് ഓർത്ത് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ വലിയ കരുണയും അനുഗ്രഹങ്ങളും അവിടുന്ന് പകരപ്പെടുവാൻ സ്വർഗീയമായ നല്ല ദാനങ്ങളാൽ ദൈവം ഈ കുടുംബങ്ങളെ നമ്മെ നിറയ്ക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശിശാലിന്ന് പകൽ വന്നിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സിലാമണി മാമ ഇന്ന് ഉച്ച കഴിഞ്ഞ് ആമയും താൻ ജോലി സ്ഥലത്തോട്ട് ഷാർജയിലേക്ക് റാസൽ കൈമിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുകയാണ്. വത്സലമ്മയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 1-2 മാസങ്ങൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനയിൽ സജീവമായി ഏമന കുടുംബത്തിന് പങ്കെടുക്കുവാനുള്ള അവസരം കർത്താവ് ഒരുക്കി. വത്സലമ്മയുടെ മടക്ക യാത്രയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയാം കുടുംബങ്ങളെല്ലാം നമുക്ക് വഹിച്ച് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ പകലിൽ നടക്കുന്ന ആമേൻ സഭായോഗം ആരും ഉപേക്ഷിക്കാതെ ജനം കടന്നു വന്ന് കർത്താവിൽ സന്തോഷിക്കുവാനും ദൈവകൃപ പ്രാപിപ്പാനുമായിട്ട് സ്വർഗമിടയാക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏമേൻ നമ്മുടെ ബഹുമാനപ്പെട്ട സെൻട്രൽ പാസ്റ്റർ കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളും കർത്തൃമേശ ശുശ്രൂഷയും ഏറ്റവും അനുഗ്രഹപ്രദമാകുവാൻ പ്രാർത്ഥിക്കാം. ചില ആഴ്ചകൾക്ക് ശേഷം ആമേൻ നമ്മുടെ ഫിലിപ്പാസ്റ്റ് ആരാധനയ്ക്ക് നമ്മുടെ കൂടെ ഉണ്ട്. ആമേൻ തന്റെ കണ്ണിന്റെ സർജറി ഒക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ ഏമേൻ ആരാധനയിൽ കടന്നു വന്ന് സംബന്ധിക്കുവാൻ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ആമേൻ ആമേൻ. ഡെയ്സിമാമയും പ്രിയസിനിയും നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അവരെ നമുക്ക് ഓർത്ത് സ്തോത്രം ചെയ്യാം. ഡെയ്സിമാമയ്ക്ക് വലിയ പ്രയാസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായി. എന്നാലും പ്രിയ മകളെ ദൈവം കാത്തു. സൈമൺ പാസ്റ്റർക്ക് കാലിന് വേദനയാൽ വളരെ പ്രയാസപ്പെട്ടാണ് ആയിരിക്കുന്നത്. വാത്സല്യ പാസ്റ്ററെ ഓർത്തും നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയും കുടുംബങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൽ കണക്റ്റഡ് ആകുവാനും ഓരോ കുടുംബങ്ങളും ദൈവ അനുഗ്രഹത്തിൽ ദൈവകൃപയിൽ നിറയപ്പെടുവാനും സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സംഗതി വരുത്തേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വരാനുള്ളവർ വേഗത്തിൽ കടന്നു വരണം. നമ്മുടെ യുവജനങ്ങളുടെ മേൽ കർത്താവിന്റെ കരുണ അവിടുന്ന് പകരണം. എല്ലാ നന്മയ്ക്കും അനുഗ്രഹത്തിനുമായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. നമ്മളെല്ലാവരും ചേർന്ന് സ്തോത്രത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങളിൽ 2 പേര് പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കും. സിനി പ്രാർത്ഥിക്കും. സിനിക്ക് ശേഷം ആമേൻ ഫിനോ പ്രാർത്ഥിക്കും. ഫിനോ 2 പേരുടെ പ്രാർത്ഥനയ്ക്ക് അനന്തരമായിട്ട് 2 സഹോദരിമാർക്കും ഒരു സഹോദരനും ശബ്ദമുയർത്തി പൊതുവിനെ വഹിച്ച് വിഷയങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സുഖങ്ങൾക്കായി കരുണയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. പല പ്രിയപ്പെട്ടവരും മനുഷ്യ സ്വസ്ഥ ഭാരപ്പെട്ടെങ്കിലും കർത്താവ് കൊടുത്തിരിക്കുന്ന വിടുതലിനും ആശ്വാസമായി സ്തോത്രം ചെയ്യുന്നപ്പാ. ഇന്ന് കർത്താവിന്റെ കരങ്ങളിൽ അടികളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന പിതാവേ, ഞങ്ങളുടെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. 20 ദിവസക്കാലം പൂർണ്ണമായി ഉപസിപ്പാൻ കർത്താവ് സഹായിച്ചു. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ ഒക്കെ അങ്ങനെ ബലപ്പെടുത്തി. അതിനാ നന്ദി പറയുന്നു. ദാസിയെ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. കുഞ്ഞിനെ എന്തെയും ബലപ്പെടുത്തിയല്ലോ അപ്പാ. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവളെയും കർത്താവ് ബലപ്പെടുത്തി ശക്തി. അതിനാ നന്ദി പറയുന്നു കർത്താവേ. ഇത്രത്തോളം ഞങ്ങളെ മാനിച്ച ദൈവത്തെ നന്ദി പറയുന്നു. ഞങ്ങളുടെ പുണ്യ പ്രവൃത്തി ഒന്നുമല്ല. അപ്പൻ ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനാ കരുണയ്ക്കാൻ നന്ദി പറയുന്നു. എൻ്റെ അപ്പൻ ചെയ്ത സകല നന്മയ്ക്കും ഉപകാരങ്ങൾക്ക് പിന്നെ ഞങ്ങൾ നന്ദിയോരാ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ബലത്തോടെ എന്ന് പറഞ്ഞ ഈ കൃപപ്രകാരം ഈ ദയനിമിത്തം കർത്താവ് ലഭിച്ച നന്മയ്ക്ക് ഒത്തവണ്ണം, ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം കർത്താവെ ഞങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കൃപ തരണം. ഒരു അടി പോലും ഞങ്ങൾ പുറകോട്ട് പോകാൻ അനുവദിക്കാതെ കർത്താവിൻ്റെ തിരുവചനം എങ്ങനെ പറയുന്നു
പറയുന്നു അപ്പ. അതും പ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ ഓരോ മക്കളെയും ബലപ്പെടുത്തി ശക്തീകരിക്കണം. ഞങ്ങളുടെ യുവക്കന്മാരെ ഓർത്ത് യുവതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വാർത്തീയ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമെന്ന് ദൈവത്തോട് വിശേഷ കർത്താവെ, ഞങ്ങളുടെ ബാബുച്ചാന്റെ പതിയിൽ യാത്രയിലാണ്. കർത്താവിന്റെ കരുണയും കൃപയും കുടിക്കുന്ന രാജ്യത്ത് എത്തുന്നവരെയും ഇതിന്റെ കൃപയിലവളെ സൂക്ഷിക്കണം, പരിപാലിക്കണം. കർത്താവ് പ്രിയപ്പെട്ട പതിലൂടെ ആയിരിക്കുന്നു, അവരെയും കർത്താവ് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രത്യേകിച്ച് അമ്മണിസ്റ്റ് കർത്താവെ ഉച്ചശേഷം കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മകളെയും ബലപ്പെടുത്തുന്ന യാത്രയെല്ലാം കർത്താവിന്റെ കരുണയും കൃപയും കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആപത്തോടൊന്നും വരാതെ രാജ്യത്തെത്തി ജോലി പിന്നെ മടങ്ങി വന്ന് കാണുന്നവരെയും ഇതിന്റെ കൃപയെ സൂക്ഷിക്കണം, പരിപാലിക്കുക. കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമയം ഭാഷ കുടുംബത്ത് പ്രാർത്ഥിക്കുന്ന കാലിന് വേദന വളരെയേറെ ഭാരപ്പെടുന്നു. ഒരു പൂർണ്ണ വിടുതലും ആശ്വാസവും ആരോഗ്യം ബലം കർത്താവെ അങ്ങയുടെ ദാസനെ പകരണേ. സിനിമകൾക്കായ ഉള്ള ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശിഷ്ടകാസ്തോത്രം പലപ്പോഴും ശരീരത്തിൽ ക്ഷീണങ്ങളും ഭാരങ്ങളും ഉണ്ടെങ്കിൽ കർത്താവ് ഇത്രത്തോളം മകളെ ബലപ്പെടുത്തി അങ്ങ് ശക്തീകരിക്കുന്ന വിധങ്ങൾക്കായ സ്തോത്രം. പ്രാർത്ഥന ആരും സാധിക്കാത്ത കാര്യം ഒന്നുമില്ല, പ്രാർത്ഥിക്കാത്ത കാരണത്തെ ലഭിക്കില്ലെന്ന് പാട്ടുകാർ പാടിയതുപോലെ കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഞങ്ങളെ മാനിക്കുന്ന വിധങ്ങൾക്കായ സ്തോത്രം. ഫിലിപ്പാസ്റ്റർ പ്രാർത്ഥിക്കട്ടെ. താൻ ആ കണ്ണിൽ ഓപ്പറേഷൻ ചെയ്ത് കടന്നു വന്നു. കർത്താവിന്റെ കരുണയും കൃപയും കൂടി ആരോഗ്യ ബലത്തോടെ കടന്നു വരുവാൻ സ്വർഗം സഹായിച്ചതിനാ സ്തോത്രം. ഞങ്ങളുടെ 42 കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഇന്ന് പൽക്കാലം കടന്നു വന്ന ആ മക്കളെ ദൈവദാസ കുടുംബമായി ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച തിരുമേശ ഞങ്ങളുടെ മുമ്പിലുണ്ട് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കുറവുകളൊന്നും ഓർക്കാതെ തന്നെ താൻ കർത്താവെ ശോധന ചെയ്ത് തിരുമേശ ഭക്ഷിച്ച് ബലപ്രാപിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അതിങ്ങ് നന്മയാക്കണം, വീട്ടിലായി അനുഗ്രഹമായി തരുവാൻ, സൗഖ്യമായി തീരാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഡിസ്ട്രിക്റ്റിലെ പാസ് എത്രയും പെട്ടെന്ന് കടന്നു വരുവാൻ സ്വർഗം സഹായിക്കണം. ദാസ്യദാസൻ കർത്താവ് കൂട്ടി വരുത്തുമാറാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ വിശ്വാസ കുടുംബങ്ങളെ ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ കുടുംബങ്ങളെയും ഇവിടെ കടന്നു വന്നവരെ എല്ലാവരെയും കർത്താവ് അടിയങ്ങളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ സഭയായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ അനുഗ്രഹം നിരന്തോറും വരെ സ്വർഗം സഹായിക്കണം. ആർക്കും ഒരു ഭാരമോ പ്രയാസമോ നിരാഴ്ച കടന്നു സ്വർഗം സമ്മതിക്കില്ല. ഇന്ന് അനുഗ്രഹം അടിയങ്ങൾക്ക് ആവശ്യമായ സങ്കീർത്തനം, പ്രബോധനം കർത്താവ് നല്ല ദൂത സാക്ഷി കർത്താവ് ഇന്ന് പകർക്കാലം ഞങ്ങൾ നൽകി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കാര്യങ്ങളിൽ സമൃദ്ധമായി സമർപ്പിക്കുന്നു. വിട്ടുപോയ എല്ലാ വിഷയങ്ങൾക്കായി സ്തോത്രം. ആരെങ്കിലും കർത്താവെ ഇന്ന് രോഗികളായ ദുഃഖരെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ വചനം വെച്ച് അവരെ സൗഖ്യമാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമൃദ്ധമായി സമർപ്പിക്കുന്ന അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ അല്പസമയം താണിരിക്കട്ടെ. അതിൽ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹം നന്മയിൽ വിടുതലുമാക്കി സ്വർഗം തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാതിനെയും കേട്ടതിനായ സ്തോത്രം എൻ്റെ യേശുപ്പച്ച വലിയ നാമത്തിൽ തന്നെ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ 21ാമത്തെ ദിവസം പകൽക്കാലം സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളെ കൊണ്ടുവന്നെത്തിച്ച ദയക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ ദിനമായി ഇന്ന് ഞങ്ങൾ ആർത്തിയോട് ആവലോട് അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന കർത്താവേ ഞങ്ങളെ നിറച്ചു പറഞ്ഞയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ സന്നിധിയിലെ സന്തോഷവും സമാധാനവും മാത്രം ഞങ്ങൾക്ക് ഈ ലോകത്തിലുള്ള അപ്പച്ച. ഹല്ലേലൂയ കർത്താവേ ഞങ്ങളുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന എൻ്റെ ദൈവത്തെ തന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എന്ന് പറയാൻ ഞങ്ങൾക്ക് ഇന്ന് വരെ ഇടയാക്കിയതോർത്ത് സ്തോത്രം അപ്പച്ച. ഹല്ലേലൂയ. ഞങ്ങളുടെ 21 ദിവസത്തെ പ്രാർത്ഥന ദൈവം അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം. കർത്താവെ ഞങ്ങൾ കേട്ടതായ വചനങ്ങളൊക്കെ ഞങ്ങൾക്കത് പ്രയോജനമായി തീരുവാൻ ഞങ്ങൾക്കിടയാക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വചനം ഞങ്ങൾ കേട്ടെന്നുള്ളവരല്ല, ഞങ്ങൾ അനുസരിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ വിലയേറിയ പ്രീതനെ ഞങ്ങളുടെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 21 ദിവസം പൂർണ്ണമായി ഉപവസിക്കാൻ എൻ്റെ ദാസനെ ശക്തീകരിച്ചല്ലോ അപ്പാ. ദാസിക്കായി സ്തോത്രം, ശക്തീകരിച്ചതിനായി സ്തോത്രം. ഭാഗ്യമായൊക്കെ ഉപവസിച്ച എല്ലാ പ്രിയപ്പെട്ടവരും എൻ്റെ ബസ്സിൻ്റെ കാര്യത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിലെ ആശ്വാസത്തിനും അനുഗ്രഹത്തിനും നന്മയ്ക്കും വിടുതലിനും കാരണമാക്കി തീർത്തതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവേ ഞാനോ കുറയണം, എൻ്റെ ക്രിസ്തു എന്നിൽ വളരണമെന്നുള്ള വാഞ്ച എല്ലാവർക്കും തന്ന് നീ ഞങ്ങളെ ഓരോ ദിവസവും നിലനിർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
കാലസംഭവങ്ങൾ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ് കർത്താവേ. അപ്പച്ചാ, ഞങ്ങൾ ഓടിയൊത്താനിച്ച് ഒന്നും വൃതാവായി പോരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലയിലെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തുന്നവനുമായ എൻ്റെ യേശുവിനെ നോക്കി ജീവിപ്പാൻ അന്ത്യം വരെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലയിൽ ഓരോരുത്തരുടെയും ഹലലി അവസ്ഥകളും ആവശ്യങ്ങൾ പറഞ്ഞ് എൻ്റെ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ഒരു സന്തോഷത്തോടെ അവരുടെ ഭവനത്തിൽ ചെന്ന് ദൈവത്തെ സ്തുതിപ്പാൻ അവർക്കിടയാക്കണമേ. ഇന്ന് ഉച്ച കഴിഞ്ഞ് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന അമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദിവസം നിന്റെ ദാസൻ ഞങ്ങളോട് ഒത്തൊരുമിച്ച് ആരാധന കൂടുവാനൊക്കെ സഹായിച്ചോടെ കുഞ്ഞുങ്ങളോട് ഒത്തൊരുമിച്ച് കർത്താവെ സന്തോഷിക്കാനൊക്കെ സഹായിച്ചതിനായി നന്ദിയോട് സ്തോത്രം. യാത്രയിൽ കർത്താവ് വീണ്ടും കൂടെ ഇരിക്കണമേ. വീണ്ടും സന്തോഷത്തോട് ഞങ്ങൾക്ക് ഒന്നിച്ച് ആരാധിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അപ്പച്ചൻ്റെ കാര്യത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ആരെങ്കിലും ബലഹീനത ഇരിക്കുന്നെങ്കിൽ ആരാധന കഴിഞ്ഞ് ബലത്തോട് പോകുവാൻ അവരെ സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. കർത്താവേ, ഞങ്ങളെ ആലയത്തിലേക്ക് കൂട്ടിവരിച്ച വലിയ ദൈവങ്ങളായി നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, യഹോവയുടെ മനോഹരത്വം കാണുവാനോട് വിശുദ്ധ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ കർത്താവിടെ ആക്കിയ വലിയൊരു കാര്യത്തിനാണ് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഈ 21-ാമത്തെ ദിവസം ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥന രാവിലെ സമയത്തിനാണ് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഈ ദിവസങ്ങളൊക്കെ കർത്താവേ ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമായി തീർന്നു നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഹല്ലേലൂയ പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ കൃപനായി സ്തോത്രം. അഭിഷേകമായ ദിവസം സംസാരിപ്പാണ് കടന്ന ദൈവദാസന്മാരെ വെളിപ്പെടുത്തി ഓർത്ത് സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കായി നന്ദിയോട് ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന. കർത്താവേ, ഹല്ലേലൂയ യുവതികളൊക്കെ ഞങ്ങൾ ഹല്ലേലൂയ തന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ സംഘടിപ്പാനുള്ള ദൈവകൃപയും ശക്തിയും ബലവും തരുന്നോ നന്ദിയോട് ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന. കർത്താവേ, ഞങ്ങളുടെ അകത്യങ്ങളൊക്കെ മോദിക്കുന്ന ദൈവം അവൻ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ദൈവമായിരിക്കാം നന്ദിയോട് ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന. കർത്താവേ, ഹല്ലേലൂയ കർത്താവ്, ഹല്ലേലൂയ. അപ്പാ, ഇതര സഭകളിൽ നിന്ന് വന്ന എല്ലാ ആത്മാക്കളൊക്കെ നന്ദിയോട് ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഈ സഭയിലുള്ള എല്ലാ ദൈവദാസന്മാർക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവേ, രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഏൽപ്പിക്കുന്നു. കർത്താവേ, ദൈവങ്ങൾ സൗഖ്യം കൊടുക്കണമേ, വിടുതലയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവരെ ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ സഭയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ച് ബലപ്പെടുവാൻ കർത്താവേ നീ ഒരുക്കുന്നവർ നന്ദിയോട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ സഭയിൽ വർദ്ധിച്ചു വരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പുതിയ കുഞ്ഞുങ്ങളൊക്കെ തീരുമാനമെടുത്ത് അല്ലെങ്കിൽ സ്ഥാനപ്പെട്ടു പോകാനുള്ള ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു ആത്മീയ ഗ്രഹമായി ശോഭിപ്പാൻ കുഞ്ഞുങ്ങളെ അധികമായി ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങൾ 42 കുടുംബങ്ങളെയും കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആർക്കും ഒരു ഭാരം ഇരുത്താതെ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ഇത്രത്തോളം നടത്തിയ എല്ലാവിടുത്തെ ദൈവങ്ങൾക്കായി സ്തോത്രം. നമ്മുടെ സൗകര്യം കർത്താവേ, അവരുമായിട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നല്ലോ. അവർ കരയ്ക്കട് പോകുമ്പോൾ ആകാശമണിൽ പോകുമ്പോൾ കർത്താവിൻ്റെ കൃപദാസയോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സന്തോഷത്തോട് പ്രത്യാശയോടായി തീരുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡിസപാസവും കടന്നു വരുമല്ലോ. കർത്താവേ, ആവശ്യമായ ദിവസം സംസാരിക്കണം. കർത്താവേ, ഇന്ന് വൽക്കാലനിടയാക്കണമേ. അനുഗ്രഹമായ സംഗീതം, നല്ല സാക്ഷ്യങ്ങൾ, നല്ല പ്രബോധനങ്ങളൊക്കെയും തരുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബാഹ്യമായിട്ട് ഉപസിക്കുന്നവരുണ്ട്. കർത്താവേ, ഫുൾ ഉപസിക്കുന്നവരുണ്ട്. കർത്താവേ, ഇത്രത്തോളം അവരെ ബലപ്പെടുത്തി നന്ദിയോട് സ്തുതിക്കുന്നു. അനുശ്വാസം കൊടുത്ത അപ്രത്യാശയ്ക്കായി സ്തോത്രം. കർത്താവേ, ഇത്രത്തോളം ദാസനെ അനുഗ്രഹിച്ചോർത്ത് സ്തോത്രം. ദാസനും വരുന്ന മാസം കടന്നു പോകാൻ ആഗ്രഹിക്കുന്നല്ലോ. അവിടെ യാത്രയൊക്കെ സഫലമാക്കണമേ. സന്തോഷപൂർവ്വമായി ഹല്ലേലൂയ വചനങ്ങളെ ഘോഷിപ്പാൻ കർത്താവേ, ഇതര രാജ്യത്തെ കർത്താവേ ദാസനെ അധികമായി ബലപ്പെടുത്തുന്നവർ സ്തോത്രം. അത് കടന്നു വന്ന ഓരോരുത്തർക്കും അത് അനുഗ്രഹമായി തീരുവാൻ സ്വർഗം ഒരുക്കുന്നവർ നന്ദിയോടെ എങ്കിലും സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ആ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയൊക്കെ അനുഗ്രഹമായി തീർന്നായിട്ട് ഓർത്ത് സ്തോത്രം. സകലം സമ്പൂർണ്ണമായി എൻ്റെ കരങ്ങളെ കേൾപ്പിക്കണം. തിരുമേശൊക്കെ ഉണ്ടല്ലോ കർത്താവേ, അത് ഭക്ഷിച്ച് ശോധന ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയങ്ങളാ നിറച്ചാട്ട് ബലപ്പെടുത്തിക്കാണ്. ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കരോട് കേൾക്കണമേ. ആമേൻ. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അക്കരമെല്ലാം ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും അതാത് സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്ന് ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തിനായിട്ട് ആമേൻ 116-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. എല്ലാവർക്കും അതാത് സ്ഥാനത്ത് എഴുന്നേൽക്കാം. വാക്യമായിട്ട് വായിച്ച് സാധനം നമുക്ക് ബോധപ്പെടുത്താം. അതിന്റെ അവസാന വാക്യമായ 18-19 എന്നീ വാക്യങ്ങൾ ചേർന്ന് വായിച്ച് കർത്താവിനെ ബോധപ്പെടുത്തും. യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട്
ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ ജീവനുള്ള ദേശത്തോട് നടക്കും. സകല മനുഷ്യരും പറയുന്നത് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. ഞാൻ രക്ഷയുടെ മാനമാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. എന്റെ ഭക്തന്മാരുടെ മർമ്മങ്ങൾ യഹോവയ്ക്ക് വിലയേറിയതാണ്. ഞങ്ങളുടെ സ്വസ്ഥമായി കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. ലാസ്റ്റ് വാക്യം, നമ്മളെ കരങ്ങളിൽ നമ്മുടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ശക്തിയോടെ കർത്താവിനോട് സ്തുതിച്ചേ. സ്തോത്രം സ്തോത്രം. യമക്കരമെല്ലാം ഉയർത്തി ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഒന്നുകൂടെ കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. നിൽക്കുന്ന ഇപ്പം ഒരു പാട്ടൂടെ ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. എൻ്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയെ, മഹിമയും ബലവും നിറഞ്ഞവനെ എന്നുമെന്നും സ്തുതി നിനക്ക് എന്നുള്ള ഒരു ഗാനം എല്ലാവരും ചേർന്ന് ഡിസ്പ്ലേ ഉണ്ട്, നോക്കി പാടി നമുക്ക് കർത്താവിനെ ഇന്ന് പകൽ ആരാധിക്കാം. സ്തോത്രം. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ, എന്റെ പാറയാകും യേശുനാഥ. ചേർന്ന് പാടിക്കേ. മഹിമയും ബലവും നിറഞ്ഞവനെ എന്നുമെന്നും സ്തുതി നിനക്ക്. ഓ മഹിമയും ബലവും നിറഞ്ഞവനെ ആരാധന അങ്ങേക്ക്, ആരാധന. ഓ ആരാധന അങ്ങേക്ക്, അങ്ങേക്ക് ആരാധന. ഓ ആരാധന അങ്ങേക്ക്, ആരാധന. ഓ ആരാധന അങ്ങേക്ക്, ആരാധന. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. എന്റെ ചേർന്ന് പാടിക്കേ. ഓ യേശുനാഥ നീ എൻ ബലമാകയാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. ഓ യേശുനാഥ നീ എൻ ബലമാകയാൽ ഭയപ്പെടില്ല. ചേർന്ന് ചേർന്ന് ചേർന്ന്. ഓ ആരാധന, ഓ ആരാധന. ഓ ആരാധന. ഓ ആരാധന അങ്ങേക്ക്, ആരാധന. ഓ ആരാധന. ഓ ആരാധന അങ്ങേക്ക്. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. ഓ വിശ്വസ്തനും നീ എന്നും ശക്തിയോടെ ആരാധന അങ്ങേക്ക്, ഓ ആരാധന അങ്ങേക്ക്, ആരാധന. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. എന്നിൽ ജീവനുള്ള നാളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിടുമേ. എന്നിൽ ജീവനുള്ള നാളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിടുമേ. ഓ നാഥാ നീ ചെയ്ത നന്മകളെ എന്നാലും സ്തുതിച്ചിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ
അങ്ങക്ക് എന്റെ പാറയാകൂ, എന്റെ പാറയാകും യേശുനാഥ. എന്നെ കാക്കും ദൈവം നീയേ, എന്റെ പാറയാകും യേശുനാഥ. എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ദയവും നിറഞ്ഞവനേ, ഓ മഹിമയും ദയവും നിറഞ്ഞവനേ, എന്നെന്നും ഓ ആരാധന അങ്ങേക്ക്, ആരാധന, ഓ ആരാധന അങ്ങേക്ക്, ആരാധന. വാതർന്ന് പാടിക്കേ. ഓ ആരാധന, ഓ ആരാധന, ഓ രാമനഗസേ ആരാധന അങ്ങേക്ക്, ആരാധന. ഓ എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപയിൽ, നിന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ ഓ യേശുനാഥ നീ എൻ ബലമാകയാൽ, ഓ യേശുനാഥ നീ എൻ ബലമാകയാൽ, ഓ ആരാധന അങ്ങേക്ക്, ആരാധന, ഓ ആരാധന അങ്ങേക്ക്, ആരാധന, ഓ ആരാധന അങ്ങേക്ക്, ആരാധന, ഓ ആരാധന അങ്ങേക്ക്, ആരാധന. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ, നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. വിശ്വസ്തനും നീ എന്നും തുണയായൊരു ഭൂമിക്കും യോഗ്യനും നീ, ഓ വിശ്വസ്തനും നീ എന്നും തുണയായൊരു ശ്രുതിക്കും യോഗ്യനും നീ. ആരാധന, ആരാധന, ഓ ആരാധന, ആരാധന, ഓ ആരാധന, ഓ ആരാധന, ഓ ആരാധന, ഓ ആരാധന. എന്നിൽ ജീവനുള്ള നാളുകളല്ല അങ്ങ് സ്തുതിച്ചു പാടിയിടുവേ, എന്നിൽ ജീവനുള്ള നാളുകളല്ല ഓ നാരായണി ചെയ്ത നന്മകളെ എന്നാണ് സ്തുതിച്ചിടുമേ, നാരായണി ചെയ്ത ഓ എന്നും സ്തുതിച്ചിടുമേ. ആരാധന ശമമസേ, ഓ ആരാധന, ഓ ആരാധന, ഓ ആരാധന, രമനസേ, ഓ രമനസേ ആരാധന, ഓ ആരാധന, ഓ ആരാധന, എന്റെ പാറയാകൂ, ഓ എന്റെ പാറയാകും യേശുനാഥ. എന്നെ കാക്കും, ഓ എന്റെ പാറയാകും യേശുനാഥ. എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നെന്നും ഓ മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നെന്നും സ്തുതി നിനക്ക്. ഓ ആരാധന അങ്ങേക്ക്, ഓ രമനഗസേ ആരാധന, ഓ രമനഗസേ ആരാധന, ഓ ആരാധന അങ്ങേക്ക്, ഓ ആരാധന. എന്നിൽ ജീവനുള്ള, ഓ എന്നിൽ
ജീവനുള്ള നാളുകളെല്ലാം അങ്ങ് സ്തുതിച്ചു പാടിയിടുമേ. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങ് സ്തുതിച്ചു പാടിടുമേ. ഓ നാഥാ, നീ ചെയ്ത നന്മകളെ നാഥാ, നീ ചെയ്ത നന്മകളെ എന്നാണ് സ്തുതിച്ചിടുമേ. ആരാധന, ഓ ആരാധന, ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന, ഓ ആരാധന അങ്ങയ്ക്ക്, അങ്ങയ്ക്ക് ആരാധന, ഓ ആരാധന, ഓ ആരാധന അങ്ങയ്ക്ക്, ഓ ആരാധന, ഹല്ലേലൂയ, ഓ ആരാധന, ആരാധന അങ്ങയ്ക്ക്. ഒരല്പം പരിഭവം ഉണ്ടെങ്കിലും നിങ്ങളെ സഹായിക്കട്ടെ. ഞാനൊരു വാക്ക് മെസ്സേജിന് വേണ്ടി മാത്രമല്ല, മെസ്സേജിന് വേണ്ടിയല്ല, ഞാനൊന്ന് വായിച്ചു മാത്രം ഇടാം. അതിൻ്റെ 12-ാമത്തെ വാക്യം. യഹോവ എനിക്ക് ചില സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം. ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ ഇങ്ങോട്ട് നോക്കി. നാം ദൈവത്തെ ഫോളോ ചെയ്യുന്ന ഒരിക്കലും എന്തെങ്കിലും ദൈവം ചെയ്തത് കൊണ്ടോ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ല. ആണോ? അല്ല. നമുക്ക് വേണ്ടി എന്തെങ്കിലും ദൈവം ഒന്ന് ചെയ്യണമെങ്കിൽ അത് ഇനി ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. കാരണം പത്രോസിന്റെ ലേഖനം പറയുന്നു, നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അങ്ങനെ ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഫസ്റ്റ് പീറ്റർ 1:4 തോന്നുന്നു, 3-ാമത്തെ വാക്യം വായിക്കണ്ട, ഞാൻ പറയാം. അപ്പൊ നമുക്ക് വേണ്ടതെല്ലാം തമ്പുരാൻ ദാനം ചെയ്തിരിക്കുന്നല്ലോ. അപ്പൊ എല്ലാം ദാനം ചെയ്തത് കൊണ്ട് ഇനി പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ ഓൾറെഡി കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം എന്ത് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ദൈവത്തിന് നാം സ്തോത്രം ചെയ്യേണ്ടത് എന്തെങ്കിലും ലഭ്യമാകുന്നതിനോ തരുന്നതിനോ വേണ്ടിയിട്ടല്ല. അതൊന്നും സ്തോത്രം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു ഫാക്ടറുമല്ല. അല്ല, പിന്നെ നമുക്ക് വേണ്ടി കർത്താവ് എല്ലാം ചെയ്തു. എന്തോ നമുക്ക് വേണ്ടി ചെയ്തേ? ദൈവം ചെയ്ത ഏറ്റവും വലിയ ഉപകാരങ്ങളിൽ ഒന്ന്, നമ്മുടെ പ്രാണനെ അവൻ വിടുവിച്ചു. എവിടുന്ന്? അധമപാതാളത്തിൽ നിന്നും, ശത്രുവിന്റെ പദ്ധതിയിൽ നിന്നും പ്രാണനെ ദൈവം വിടുവിച്ചു. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയാന്ന് പറഞ്ഞാൽ വീട് തന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല. നീ കാറ് തന്നു, വീട് തന്നു, നമുക്ക് മാത്രമാണ് ഇതൊക്കെ ഉള്ളത്. നമുക്ക് മാത്രമാണ് ഇതൊക്കെ തോന്നുമല്ല. സമ്പത്ത് നമുക്ക് മാത്രം ഇതൊന്നും അല്ലല്ലോ. അവർക്ക് കിട്ടാത്തത് നമുക്ക് കിട്ടി. എന്ത്? നിത്യരക്ഷ. കയ്യം വിളിക്കേണ്ടവരായിരുന്നു എന്നാണ് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ. ആദാം ഏകന്റെ അനുസരണക്കേട് മുഖാന്തരം ലംഘനം സകല മനുഷ്യരിലും എന്ത് ചെയ്തു? പരന്നെന്നാണ്. എന്നാൽ ഏകന്റെ അനുസരണത്താൽ അവിടെ നമുക്ക് എന്ത് കിട്ടി? വിടുതൽ കിട്ടി. യേശുവിന്റെ അനുസരണത്താൽ നമുക്ക് വിടുതൽ, രക്ഷ കിട്ടി. അതിനപ്പുറത്തൊന്നും ഇനി കിട്ടാനേ ഇല്ല. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ഉള്ളൂ. രക്ഷ കിട്ടി, ഇനി നിത്യത കിട്ടും. അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്നതിനൊന്നും ഭൂമിയിൽ കിട്ടുന്നതുമായിട്ട് യാതൊരു താരതമ്യവും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് അതിനേക്കാളൊക്കെ എത്രയോ മേളിലാണ് ദൈവം നമുക്ക് ചെയ്ത നന്മകൾ. ചേർന്ന് കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ശക്തിയോട് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. അതുകൊണ്ട് ദിവസങ്ങളിൽ ദൈവകൃപയ്ക്കായി നമുക്ക് ഒരുങ്ങാം. അതുകൊണ്ട് ഒരു പ്രബോധനം കൂടെ ഞാൻ നൽകാം. ഈ ദിവസങ്ങളായിട്ട് നമ്മുടെ മേൽ പകർന്ന ഒരു ദൈവകൃപയുണ്ട്. അത് സംശയമുള്ള ഒരു വലിയൊരു ദൈവകൃപ നമ്മുടെ മേലുണ്ട്. ദേവദാസന്മാരുടെ ശുശ്രൂഷയാലും പ്രാർത്ഥനയാലും ഇവരെല്ലാം ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചവർ, അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചവർ. ആ ലെവലിൽ ആ ലെവലിൽ ജീവിക്കാനുള്ളൊരു ആത്മതലം എന്ത് ചെയ്യണം? ഇങ്ങോട്ട് നോക്കി. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം, അവരെ കാണുന്ന മൊത്തം അടിമകളായിരുന്നു. അപ്പൻ ഇങ്ങനെ അടിമത്തം മാറി ഫ്രീഡം കിട്ടിയപ്പോൾ ആ ഫ്രീഡത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് അവർക്ക് എന്ത് ചെയ്യത്തില്ലായിരുന്നു. അതിന് കാരണം എന്താ? അവരുടെ ജനന മുതൽ അവരെന്തേ കണ്ടിട്ടുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ദൈവം നൽകുന്ന റലത്തിൽ, ആ ആത്മബലത്തിൽ
ആ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ആ സ്പിരിച്വൽ സന്തോഷത്തിൽ ജീവിക്കാനുള്ളൊരു തലം എന്ത് ചെയ്തോണം? പ്രാപിച്ചോണം. പ്രാർത്ഥന വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ തുടരാൻ ആഗ്രഹിക്കണം. വചനത്തോട് സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ തുടരാൻ ആഗ്രഹിക്കണം. നമ്മൾ അഭിഷേകം പ്രാപിച്ചവർ അഭിഷേകത്തിൽ എന്ത് ചെയ്തോണം? തുടരണം. അന്യഭാഷ പറയണം. അന്യഭാഷ പറയുന്നത് ലജ്ജയൊന്നുമല്ല, ആണോ? ഒന്നുമല്ല. അന്യഭാഷ പ്രാപിച്ചെങ്കിൽ അന്യഭാഷ പറയണം. നല്ലപോലെ നിങ്ങൾ പറഞ്ഞ് അഭിഷേകം പ്രാപിച്ചത്, ഇവിടെ പലരും അഭിഷേകം പ്രാപിച്ചതായിട്ട് നമ്മൾ സാക്ഷ്യം പറഞ്ഞു. സ്തോത്രം. അവരോടൊക്കെ ചോദിച്ചപ്പോൾ സാക്ഷ്യം നിങ്ങൾ പറഞ്ഞു. എനിക്ക് സുനി ഐക്യാട് വന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഈ പലപ്പോഴും അന്യഭാഷ അഭിഷേകം പ്രാപിച്ചിട്ട് ഇനി ആ അഭിഷേകം വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ സുനിയെ വിളിക്കാൻ നമുക്ക് പറ്റത്തില്ല. അത് അന്നേരത്തേക്ക് മാത്രമുള്ള സാധനവുമല്ല. സ്തോത്രം. പണ്ടൊക്കെ അഭിഷേകം പ്രാപിക്കുവാണെങ്കിൽ നമുക്കറിയാം അവൻ ഇരിക്കുന്ന സ്ഥലം എന്ത് ചെയ്യും? ഇളക്കും. ഇന്ന് പക്ഷേ കർത്താവ് അങ്ങനെ ആയിരിക്കത്തില്ല ഒരു പക്ഷെ കൊടുക്കുന്നത്. പക്ഷെ ആ മേടിച്ചത് അതിൽ തുടരണം. പ്രൈസ് ദി ലോർഡ്. ആ അഭിഷേകത്തിൽ തുടരണം, ആ പ്രാർത്ഥനയിൽ തുടരണം, ആ ദൈവകൃപയിൽ തുടരണം. ഞാൻ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത് സമ്പത്തല്ല. ഒരാത്മീയനാണോ ഞാൻ അവന്റെ കാല് കഴുകും. എങ്ങനെ? അല്ലേ വാസ്, നമുക്ക് എന്തോ പൈസ ദൈവം തരുന്നതല്ലേ. ഒരാത്മീയനാണോ അവന്റെ കാല് കഴുകും. ഞാൻ അവന്റെ കാല് കഴുകും. ആത്മീയനാണോ എൻ്റെ കാല് കഴുകും. ഈ വയലാ ചർച്ചിൽ 2 പേരുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരോട് ചോദിക്കുമായിരുന്നു, അച്ഛാ ഇങ്ങനെ പോയാൽ മതിയോ? അച്ഛാ എങ്ങനെ അച്ഛാ എന്തെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യണോ? എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇങ്ങനെ ചോദിക്കുമായിരുന്നു. കാരണം നമ്മൾ നമ്മുടെ ഭാഗം മാത്രമല്ലേ ഭാഷ ചിന്തിക്കത്തുള്ളൂ. ഇവരെങ്ങനെ കാണുന്ന അറിയത്തില്ലല്ലോ. അപ്പോൾ അവിടുത്തെ സെക്രട്ടറിയുടെ പേര് നമ്മുടെ ജോർജ് കുട്ടിച്ചാൻ. അച്ഛൻ അവിടുത്തെ സെൻട്രൽ പാസ്റ്റർ, ട്രഷറർ ടി പി ഒറീശാൻ. 2 പേരും അറിയാമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അച്ഛാ എന്തിങ്ങനെ പോയാൽ മതി, മാറ്റം വല്ലതും വേണോ? അവർക്ക് ആകുമ്പോൾ തേർഡ് പേഴ്സൺ അറിയാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോലും നമ്മുടെ ഇംഗിതത്തിനപ്പുറം ജനത്തിന്റെ ഹാപ്പിനെസ് മാത്രം എന്ത് ചെയ്തതാ. 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇവർക്കെല്ലാം ഒരു കുറിപ്പ് കൊടുക്കണം, ഒരു ചെറിയ കുറിപ്പ്. 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഒരു കുറിപ്പ് കൊടുക്കണം. എന്താണെന്നറിയോ? ഇനി എന്തേലൂടെ പാസ്റ്റർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി എന്ത് ചെയ്യണം. ഞാൻ ഫോഷ്ക്ക് പറയല്ല പ്രിയരെ, ഞാൻ എന്തിനാ ഫോഷ്ക്ക് പറയുന്നത്? സ്തോത്രം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി പാസ്റ്റർ, ഞങ്ങളുടെ പാസ്റ്റർ ഇങ്ങനോടായാൽ കൊള്ളാം, ഞങ്ങളുടെ പാസ്റ്റർ ഇങ്ങനോടായാൽ കൊള്ളാം, ഞങ്ങളുടെ പാസ്റ്റർ ഇങ്ങനോടായാൽ കൊള്ളാം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് എന്നോട് എങ്ങനെ പറയാൻ പറ്റും? പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ കൊടുത്ത് എല്ലാവർക്കും ഓരോ പേപ്പർ കൊടുക്കാം, അവരെഴുതി തരട്ടെ എന്നുവരെ ചിന്തിച്ച പാസ്റ്ററാ ഞാൻ. സ്തോത്രം. ഒറ്റ കാര്യമുള്ളൂ, എങ്ങനെയും ഒക്കെ അനുഗ്രഹിക്കപ്പെടുക, എങ്ങനെയും ഒക്കെ കൃപ പ്രാപിക്കുക. സ്തോത്രം. അതുകൊണ്ട് പ്രാപിച്ച കൃപയിലും അഭിഷേകത്തിലും തുടരാനും അതിൽ നിൽക്കാനും നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പി. ഡി. മാത്യു പാസ്റ്റർ കർത്താവിന് സ്തോത്രം. സമയം കളയുന്നില്ല. കർത്താവിൻ്റെ വചനം സംസാരിച്ചിട്ട് ബഹുമാന്യ പാസ്റ്റർ തിരുമേശ ശുശ്രൂഷ നമുക്ക് നമ്മുടെ നടുവിലെടുക്കും. പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. ആ കരവെല്ലാം നടിച്ച് ബഹുമാന്യ പാസ്റ്റർ നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ധന്യ നിമിഷത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഈ ഓൾ ഇന്ത്യ ഡെഡിക്കേഷൻ വന്നപ്പോൾ ഞാൻ ഓർപ്പിച്ചിരുന്നു, ഇവിടെ വന്നിട്ട് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞു, 2ാമത്തെ വർഷത്തിലേക്കാണ്. വാസ്തവത്തിൽ ഒരു വിശുദ്ധ സഭായോഗത്തിന് എനിക്കിവിടെ വരുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം ഒത്തിട്ടില്ല, അതാണ് പറ്റിയത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ അനീഷ് ഏലപ്പാറ പാസ്റ്റർ കുടുംബമായിട്ട് പാർത്ത് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടിൽ അധ്വാനിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ തന്നെ അയച്ചിടത്തൊക്കെ വളരെ വിശ്വസ്തയോടെ കർത്താവിന് വേല ചെയ്ത, ഞാൻ ഒരു സെൻറ്ററിൽ അടൂർ ടൗണിൽ സെൻറ്ററിൻ്റെ പാസ്റ്ററായിരുന്നു ഞാൻ. ആ സെൻറ്ററിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് വയല ദൈവസഭ. ആ സഭ അദ്ദേഹത്തിൻ്റെ കാലത്ത് അനുഗ്രഹിക്കപ്പെടുവാനിടയായി. പുതിയ ആത്മാക്കൾ സഭ ഉണർത്തപ്പെട്ട് നല്ല നിലയിൽ അതെൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ദൈവമാണ് ഈ ദേശത്തേക്ക് അയച്ചത്. ദൈവത്തിന് സ്തോത്രം.
തീർച്ചയായിട്ടും പ്രിയ അനീഷ് പാസ്റ്ററിലൂടെ ഈ സഭ ഉണർത്തപ്പെടും. ഈ സഭയിൽ പുതിയ ആത്മാക്കൾ വരും. ഒരു ദേവദാസൻ കഴിഞ്ഞ ദിവസം കൂടെ ഓർപ്പിച്ചു, ഇത് പൊളിച്ച് പണിയും. ഞാനും അത് വിശ്വസിക്കുന്നു. ഇത് പൊളിച്ച് പണിയും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ 21 ദിവസം ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരുന്നു. യുദ്ധം കഴിഞ്ഞു. ജയിച്ചിരിക്കുന്നവരാണ് നമ്മൾ. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാണ്. യുദ്ധം സഹോദരങ്ങളും ചാർച്ചക്കാരും ബന്ധുക്കളും സഭയും ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങൾ അവരുമായിട്ടല്ല. നമുക്കെതിരെ പോരാടി നിൽക്കുന്ന, നമ്മെ മുൻപോട്ട് വീടാതവണ്ണം ഒതുക്കി നിർത്തുന്ന അന്ധകാര ശക്തികളോടാണ് നമ്മൾ 21 ദിവസം പോരാടി ജയിച്ച് ഇവിടെ ഇരിക്കുന്നവർ. അതേ മക്കൾ ദൈവത്തെ സ്തുതിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. പരാജയപ്പെട്ടവരല്ല, നമ്മൾ ജയിച്ചവരാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജയിച്ചവരുടെ ശബ്ദം കേൾക്കണം. ജയത്തിന്റെ ശബ്ദം കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. ഇനി നിരാശയുടെ വാക്കുകളൊന്നും നമ്മൾ പറയരുത്. നെഗറ്റീവ് പറയരുത്. ആമേൻ. പോസിറ്റീവായിട്ട് എന്റെ സഭയിൽ ആത്മാക്കൾ വരും. വിശ്വസിക്കുക. ആമേൻ. അടുത്ത ഞാന് ഉപവാസ പ്രാർത്ഥനയല്ല ഇന്ന് സഭായോഗം. ഞാൻ ഉപവാസ പ്രാർത്ഥന 1989 ഞാൻ ഒരു ഔട്ട് സ്റ്റേഷൻ വർക്കറായിട്ട് ബ്രദറുകാരനായിരുന്ന എന്നെ കർത്താവ് വിളിച്ച് വേർതിരിച്ച്. ബ്രദറുകാരനെന്ന് പറഞ്ഞാൽ സമുദായത്തിൽ നിന്നും വേർതിരിച്ച് അതേപോലെ തന്നെയാണ്. കാരണം ഞാനും ബ്രദറിന്റെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രക്ഷിക്കപ്പെട്ടതല്ലായിരുന്നു. ആമേൻ. ആ നിലയിൽ ജീവിച്ചവനായിരുന്നു. പക്ഷേ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം എന്നെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഒരു സഹോദരി ഇവിടെ ഉണ്ട്, പ്രിയ സിസിലി സിസ്റ്റർ. സ്തോത്രം. എൻ്റെ ജൂനിയറായിട്ട് ആ പാൽസിലെ സഹോദരി വയ്യാറ്റുപുഴ BKN ഹൈസ്കൂളിൽ പഠിച്ചതാണ്. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് വെറും തരികടയായിരുന്നു. തരികട സിസ്റ്ററോട് ചോദിച്ചാൽ അറിയാം. സമരത്തിൻ്റെ ഉസ്താദായിരുന്നു ഞാൻ. പക്ഷെ സ്വർഗത്തിലെ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച് ഈ നിലയിൽ ഇവിടെ കൊണ്ടുവരാൻ ദൈവത്തിന് എന്നിലും പ്രസാദം തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞത്, ബ്രദറൻ ആയിരുന്ന എന്നെ കർത്താവ് വിളിച്ചു വേർതിരിച്ച് ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു പാസ്റ്ററാക്കി. അതിന്റെ കാരണം ഞാൻ അഭിഷേകം പ്രാപിച്ചു. അതാണ് ദൈവത്തിന് സ്തോത്രം. ഞാൻ ബ്രദറൻ ആയിരുന്ന എന്നെ ഞാൻ വിവാഹം കഴിച്ചത് ചർച്ച് ഓഫ് ഗോഡിലെ ഒരു സഹോദരിയായിരുന്നു, തണ്ണിത്തോട്ടിലുള്ള. ആ സഹോദരിയെ വിവാഹം കഴിച്ചത് കൊണ്ട് ഞാൻ ഇന്നും ജീവിക്കുന്നു. തമാശ പറഞ്ഞല്ല, അല്ല ഇന്ന് എന്നെ ആരോ തട്ടിക്കളഞ്ഞാൽ. ദൈവത്തിന് സ്തോത്രം. അപ്പോ അഭിഷേകം എന്തെന്ന്, അവളെ ഞാൻ കല്യാണം കഴിച്ചു, ബ്രദറിലേക്ക് അവളെ വിട്ടു തന്നു. അവിടെ നിർബന്ധത്തിൽ ഞാനൊരു പ്രാർത്ഥനയ്ക്ക് പോയതാണ് പെന്തക്കോസിലെ. അന്ന് ഞാൻ അഭിഷേകം പ്രാപിച്ചു. അങ്ങനെയാണ് ഞാൻ, ചുരുക്കി പറയാം, അങ്ങനെയാണ് ഞാൻ വിശ്വാസത്തിലേക്ക് പെന്തക്കോസിലേക്ക് വന്നത്. അപ്പോൾ ഞാന് മുളക്കടയിൽ ചെന്നു. എന്നെ ദൈവദാസൻ മുളക്കടയിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. PAV സാറിന്റെ കാലത്ത് 88 സെപ്റ്റംബർ 8 എൻ്റെ വിവാഹം കഴിഞ്ഞു. 89 അങ്ങനെ PAV സാറിന്റെ കാലത്ത് തന്നെ ആമേൻ ഞാൻ പോയി അപേക്ഷ കൊടുത്ത് എന്നെ പാസ്റ്ററാക്കി ഒരു ഔട്ട് സ്റ്റേഷൻ വർക്കറായിട്ട് തിരുവനന്തപുരം കുടപ്പനക്കുന്ന് എന്ന സ്ഥലത്തേക്ക് അയച്ചു. ഒരു വീട്ടിൽ പാസ്റ്റർ ജോൺ തോമസ് എന്ന് പറയുന്ന ദൈവദാസൻ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ഔട്ട് സ്റ്റേഷൻ വർക്കറായിട്ട് ഞാൻ പോയി. 8 വിശ്വാസികൾ മാത്രം, വിശ്വാസികൾ പിള്ളേരെ കൂടെ കൂട്ടി വെറും 8 അംഗങ്ങൾ. പട്ടം ദൈവസഭയിൽ ആരാധിക്കുന്ന ഒരു കുടുംബമാണ്.
അങ്ങനെ 8 അംഗങ്ങൾ മാത്രമുള്ള ഒരു ഔട്ട് സ്റ്റേഷൻ വർക്കിലേക്ക് എന്നെ ദൈവം അയച്ചു. എനിക്ക് പെന്തക്കോസ്തിൻ്റെ ആഴമായ ഒന്നും അറിഞ്ഞുകൂടാ, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു സുവിശേഷകനാണ് ഞാൻ, പക്ഷേ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഉപവാസം ഞാൻ ഇരുന്നിട്ടില്ല പാസ്റ്ററെ, കാരണം ബ്രദറിൽ ഉപവാസം ഇരുന്നിട്ടില്ല. ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴും ആമേൻ ഞാൻ ഉപവാസം ഇരിക്കാറില്ലായിരുന്നു. അപ്പൊ ആ നിലയിൽ വന്ന ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു, എനിക്കൊന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ മരിച്ചാൽ സാരമില്ലെന്ന് ഉപവസിക്കണം. കാരണം ഒരു ആത്മാവ് പോലും വരുന്നില്ല ആലയത്തിൽ. ഒരു വർഷം കഴിഞ്ഞു ആമേൻ. ഞാനൊരു 3 ദിവസം ഉപവാസം ഇരുന്നു. 3 ദിവസം ഉപവാസം ഇരുന്നപ്പോൾ ഉപവാസത്തിന് ലാസ്റ്റ്, ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഓർത്തോണം, ലാസ്റ്റ് ഒരു വ്യക്തി പുതിയതായിട്ട് ചർച്ച വന്നു അവിടെ വന്നു. ആമേൻ. അപ്പൊ എനിക്ക് മനസ്സിലായി ഉപവാസത്തിന്റെ ആമേൻ ആ കൃപ കൊണ്ട് ദൈവം നമുക്ക് തന്ന ഒരു ഫാമിലിയാണ്, ഒരു വ്യക്തി. പിറ്റേ ആഴ്ച ഞാൻ അത് 5 ആക്കി. പിറ്റേ വർഷം, പിറ്റേ മാസം 5 ആക്കി കഴിഞ്ഞപ്പോൾ ഈ വന്ന സഹോദരിയും കുടുംബമായിട്ട് ആ 5 കഴിഞ്ഞ ഉപവാസം കഴിഞ്ഞ ആ ലാസ്റ്റ് സൺഡേയിൽ അവർ കുടുംബമായിട്ട് വന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഞാനത് 7 ആക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി ഉപവാസത്തിന്റെ ശക്തി എന്താണ്. 7 ആക്കിയപ്പോൾ ഒരു കുടുംബം കൂടെ വന്നു. അങ്ങനെ ആത്മാക്കൾ വരാൻ തുടങ്ങി. പിന്നെ 14 ആക്കി. 14 ആക്കി കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ആൾക്കാരൂടെ വരും. ഒരു 3-4 കുടുംബം, ഒറ്റ കുഞ്ഞും വന്നില്ല. അതാ വിഷയം. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഞാന് പേരുക്കടയിൽ തിരുവനന്തപുരം പേരുക്കടയിൽ സാധനം വാങ്ങിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരാൾ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററാണ്. ഞാൻ പറഞ്ഞു അതെ, എൻ്റെ പേര് രവി എന്നാണ്, ഞാൻ ഒരു വിശ്വാസിയാണ്, ഞാനൊരു സ്വതന്ത്ര സഭയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങളിപ്പോൾ പോകുന്നില്ല. പാസ്റ്റർ കുടപ്പനക്കുന്നിലാന്നു. ഞാൻ പറയാതെ ഒരു പുതിയ വർക്കാണ്, ഞങ്ങൾ വന്നാൽ ഞങ്ങളെ സ്വീകരിക്കുമോ? മനസ്സിലായോ? ഒരു ഏരിയയിലുള്ള ഒരു 10-15 കുടുംബം ഒന്നിച്ചൊരു സഭയിൽ പൊയ്ക്കൊണ്ടിരുന്നത് മൊത്തത്തിൽ മാറി ഒറ്റയ്ക്കായി നിൽക്കുക. ആരാധിക്കാൻ പോകുന്നില്ല. അവരുടെ വീട്ടിൽ തന്നെ അവരിങ്ങനെ എന്ത് ചെയ്യുക, ഇങ്ങനെ കൂടി വരവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ മീൻ വാങ്ങിക്കാൻ പോയ ഞാൻ ഈ പുള്ളി, അന്ന് സൈക്കിൾ പോലും ഇല്ല എനിക്ക്, ഈ പുള്ളിയുടെ സൈക്കിളിന്റെ പുറകെ കയറി, ഫോണുണ്ടോ ഷെയറിലെ വിളിക്കാൻ, ഫോണൊന്നുമില്ല, ഞാനങ്ങ് പോയി. ആയൂർക്കോണം എന്ന സ്ഥലത്ത് പോയി. ആമേൻ. അവിടെ ചെന്നപ്പോൾ ഓരോ വീട്ടിലും കയറി അവരെല്ലാം പരിചയപ്പെട്ടു. നിങ്ങൾക്കറിയണോ ആമേൻ, പിറ്റേ ആഴ്ച 14 ദിവസം കഴിഞ്ഞ് ആ ഞായറാഴ്ച ഒരു ആത്മാവ് പോലും വരായിരുന്നപ്പോൾ പിറ്റേ ഞായറാഴ്ച ഈ 14 ദിവസം കഴിഞ്ഞ് ഈ ആയൂർക്കോണത്തുള്ള 10-15 കുടുംബം ഒന്നിച്ച്, അങ്ങനെയാ സ്വർഗം എന്നെ മാനിച്ചത്. ഉപവാസം എന്ന് പറയുന്നത് ഇത് പരാജയമല്ല, ഇത് വിജയത്തിന്റെ ദൈവം മക്കളെ. അല്പസമയം നമ്മുടെ ശരീരത്തിൽ ബലഹീനത ഉണ്ടായാലും ആത്മാവിനെ ഒതുക്കാൻ, നമ്മുടെ അകത്തെ മനുഷ്യനെ ഇല്ലാതാക്കാൻ ഈ ലോകത്തിന്റെ ശക്തിക്ക് സാധ്യമല്ല. ദൈവത്തെ അല്പസമയം സ്തുതിച്ച് കർത്താവിനെ ആരാധിച്ചാട്ടെ. ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയുവാനായിട്ടുണ്ട്, എന്നാൽ എന്റെ മുമ്പിൽ സമയമില്ല. കാരണം ഞാൻ ചർച്ചിലോട്ട് എനിക്ക് 12 മണിക്ക് പോകണം. കാരണം നാളത്തെ ഉപവാസ പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ KB ജോയ്ക്കുട്ടി പാസ്റ്റർ അവിടെ ഉണ്ട്, ഞാൻ അദ്ദേഹത്തെ ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്കിലും നാളത്തെ ഉപവാസ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ എനിക്ക് ചില കാര്യങ്ങളുണ്ട്. അനൗൺസ്മെന്റ് കൂട്ടത്തിൽ പറയത്തക്ക നിലയിൽ അവിടെ ചെന്നാൽ മതി. എങ്കിലും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് അല്പസമയം ആയിരിക്കാം. ദൈവത്തിന് സ്തോത്രം. അകത്തെ മനുഷ്യൻ ഇനിയും ക്ഷീണിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അകത്തെ മനുഷ്യൻ ക്ഷീണിക്കരുത്. ഹല്ലേലൂയ. അനുമതി 21, അനുമതി 14, അനുമതി 7, 5, ഇങ്ങനെ അനുമതി പ്രാവശ്യം ഞാൻ ഉപവാസം ഇരുന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതെല്ലാം എന്റെ ജീവിതത്തിൽ വിടുതലായി ഭവിച്ചിട്ടുണ്ട്. കർത്താവിന്റെ ദാസന്മാർക്കത് അറിയാം, കർത്താവിന്റെ ദാസന്മാർക്കത് അറിയാം. കർത്താവിന്റെ ദാസൻ പ്രിയ ഫിലിപ്പോസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ നമുക്ക് ഒന്നിച്ച് ഇങ്ങനൊരു കൂട്ടായ്മ ദൈവം നമുക്ക് ദാനം
ദാനമായി നൽകിയതിനെ ഓർത്ത് നമ്മുടെ കർത്താവിനെ സ്തുതിച്ചാട്ട ദൈവത്തിന് മക്കളെ. ഹല്ലേലൂയ. 89 കർത്താവിന്റെ മുദ്രത്തോടത്തിൽ അധ്വാനിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ആമേ. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിക്കാത്ത, ഞാൻ പ്രതീക്ഷിക്കാത്ത, ഹല്ലേലൂയ, മുളക്കഴെ പഠിച്ച ആളല്ല ഞാൻ, ബ്രദറിൽ പഠിച്ച ആളാണ്. ബ്രദർ ബൈബിൾ കോളേജിൽ ആമേ പഠിച്ച വ്യക്തിയാണ് ഞാൻ. പക്ഷേ എന്നിട്ട് പോലും സ്വർഗത്തിലെ ദൈവം എന്ന് പറഞ്ഞാൽ മുളക്കഴ പഠിക്കുന്നവർക്കൊക്കെയാണ് മുൻഗണന ഓരോ സഭകളിലൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഞാൻ ആഗ്രഹിക്കാത്ത നിലയിൽ സ്വർഗത്തിലെ ദൈവം എന്നെ മാനിച്ച് ആമേ അനവധി വലിയ വലിയ സഭകളിൽ ഇരിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഇന്നും ഞാൻ ഇരിക്കുന്നത് നിങ്ങൾക്കറിയാം, വാര്യപുരം സഭയുടെ 100 വർഷത്തിലധികം പഴക്കമുള്ള സഭയിൽ ഹല്ലേലൂയ ഇരിക്കാനുള്ള കൃപ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, അകത്തെ ദൈവകൃപ ഉണ്ടെങ്കിൽ ഒരു ദൂതനും എന്റെ മേലോ നിങ്ങളുടെ മേലോ അവകാശം പറയുകയില്ല എന്ന ദൈവത്തിന്റെ ആത്മാവിലൂടെ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. എന്റെ വാത്സല്യ മക്കളെ, നിങ്ങൾ ആമേ സ്തോത്രം, ആമേ, നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ അടുത്ത ആമേ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ഉത്സാഹത്തോടെ നിങ്ങൾ കടന്നു പറയണം. ഹല്ലേലൂയ. ആരാധന തുടങ്ങിയിട്ട് വരരുത്. ആരാധനയ്ക്ക് മുമ്പ് വന്ന് നിങ്ങൾ മുട്ടമേൽ നിന്ന് മുഴങ്കാൽ നിന്ന് ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട് നിങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവദാസൻ പ്രാർത്ഥിച്ച് പാട്ടാരംഭിക്കുമ്പോൾ തന്നെ തീയിറങ്ങുവാൻ ഇടയാകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് അനവധി സഭകളിൽ ആത്മീയ ഉണർവ് ഇല്ലാത്തതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, വീട്ടിൽ വെച്ച് തന്നെ വഴക്കുണ്ടാക്കിയിട്ടാണ് വരുന്നത്, ഭാര്യയും ഭർത്താവും മക്കളുമായി. ആമേ. ചിലപ്പോ അങ്ങനെ നിരാശപ്പെട്ടൊക്കെ വരും. എന്നിട്ട് ആമേ പുറത്തു വരും. പുറത്ത് ചർച്ചിന്റെ പുറത്ത് വന്നിരുന്ന് ആമേ ചില കാര്യങ്ങളൊക്കെ അവന്റെ കുറ്റവും പറഞ്ഞ് അവിടെ കുറ്റവും പറഞ്ഞ് ഇങ്ങനെ കുറ്റങ്ങളെല്ലാം പറഞ്ഞ് അതെല്ലാം മനസ്സിൽ ഒതുക്കിയിട്ടാണ് എങ്ങോട്ട് വരുന്നത്? ആമേ ആലയത്തിലേക്ക് വരുന്നത്. ഒരു ഉണർവും ഉണ്ടാകത്തില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് പകലിൽ 21 ദിവസക്കാലം ദൈവത്തിന്റെ വചനം കേട്ട് വിടുതൽ പ്രാപിച്ച് കർത്താവിന്റെ ശബ്ദം കേട്ട് യേശുവിന്റെ സ്പർശനം അനുഭവിച്ച് ഇരുന്ന നിങ്ങൾ ഇനിയും ക്ഷീണിച്ചു പോകരുത്. ഓരോ ദിവസങ്ങൾ കഴിയുന്നോറും പുതുകി 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 ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കഴുകനെ പോലെ പുതുകി വരത്തക്ക നിലയിൽ ഉള്ള ഒരു അനുഭവം ദൈവത്തിന് മക്കളെ ആമേൻ നിങ്ങൾക്കുണ്ടാകണമേ എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 1-2 ചിന്തകൾ വേഗത്തിൽ ഓർപ്പിച്ച് കർത്താവിന്റെ തിരുമേശിലേക്ക് ഞാൻ പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആമേ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 2-ാമത്തെ ആമേ വാക്യം ഒന്ന് വായിച്ചിട്ട് അവൾ ഓടി ശീമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ ചില ഓട്ടം ആമേൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ അധ്യായത്തിൽ തന്നെ ചില ഓട്ടം കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, വായിച്ച് നിങ്ങൾക്ക് കേൾച്ചപ്പോൾ തന്നെ മനസ്സിലായി യേശുക്രിസ്തുവിന്റെ ആമേ ക്രൂശീകരണത്തെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ആമേൻ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ, ആ വാക്യം ഒന്ന് വായിച്ചേ. മതി. ഹല്ലേലൂയ. രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ മഗ്ദലക്കാരത്തി മറിയെ, എനിക്ക് ആമേൻ ഹല്ലേലൂയ സഹോദരിയോട് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുക. ഹല്ലേലൂയ. എന്താണ് പാസ്റ്റർ പറഞ്ഞാട്ട്? എന്താ ഇങ്ങനെ രാവിലെ അതിരാവിലെ ദൈവത്തിന് സ്തോത്രം ഈ കല്ലറയ്ക്കൽ പോകാൻ ഒരു വ്യഗ്രത ഉണ്ടാകാൻ കാരണം? സാധാരണ സഹോദരിമാരൊന്നും ഇരുട്ടുള്ളപ്പോഴൊന്നും ഏറിയ കൂടെ പോകത്തില്ലല്ലോ.
ദൈവത്തിന് സ്തോത്രം. കല്ലറയുടെ അടുത്തൂടെ പോകാൻ പറ്റുമോ? ഇല്ല. പ്രായമുള്ളവരുണ്ട് അനവധി പേര്. ഹല്ലേലൂയ. എന്നാൽ ഈ മഗ്ദലക്കാരത്തി മറിയ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? ആമേ, അല്ലയോ പാസ്റ്ററേ, ഹല്ലേലൂയ, ഞാൻ ഇതിനൊന്നും ഒരു യോഗ്യത ഉള്ളവളല്ല. എന്റെ മേൽ ഭൂതമായിരുന്നു. എന്തായിരുന്നു? ഭൂതം. ആമേ, 7 ഭൂതത്താൽ ഞാൻ ബന്ധിക്കപ്പെട്ടവളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേ, ആമേ, ആരെയൊക്കെ കണ്ടാലും ഞാൻ അടിച്ച് വലിച്ചു കീറി, ആമേ, കടിച്ച് പാമേ ഡ്രസ് എല്ലാം വലിച്ച് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭ്രാന്തിയായിരുന്നു ഞാൻ. പക്ഷേ എന്റെ അരിമനാഥൻ, എന്റെ വീണ്ടെടുപ്പുകാരൻ, ഹല്ലേലൂയ, ആമേ, കർത്താവായ യേശു ക്രിസ്തു, ആ യുവ പുരുഷൻ എന്നെ ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ, ആമേ, എന്റെ മേൽ ഉണ്ടായിരുന്ന ആ പൈശാചിക ശക്തി പുറത്തേക്ക് പോയി. ആമേ, ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഞാൻ ആത്മാവിൽ ദൈവത്തെ ആരാധിപ്പാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യമായി. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ എനിക്ക് സ്വാതന്ത്ര്യമായി. എന്റെ മേൽ വ്യാപരിച്ച ആ അശുദ്ധാത്മാവ് ഓടിപ്പോയി. ഹല്ലേലൂയ. ആ 7 ഭൂതം എന്നിൽ നിന്ന് വിട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ബന്ധുക്കൾക്കോ ചർച്ചക്കാർക്കോ സ്നേഹിതർക്കോ, ആമേ, എന്നെ മറ്റു പല പ്രിയപ്പെട്ടവർക്കൊന്നും എന്നെ, ഹല്ലേലൂയ, ആമേ, സ്തോത്രം, ഈ ബന്ധനത്തിൽ നിന്ന് എനിക്കൊരു മോചനം തരുവാൻ അവരെ കൊണ്ട് സാധിക്കാതിരുന്നപ്പോൾ എന്റെ കർത്താവ് എന്നെ തൊട്ട്, ഹല്ലേലൂയ, എന്റെ മേലുള്ള ഭൂതത്തെ ശാസിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ സ്വസ്ഥമായി, അമ്മേ, ഞാൻ ഉറങ്ങാൻ തുടങ്ങി, ഞാൻ സന്തോഷിക്കാൻ തുടങ്ങി, ഞാൻ നൃത്തം ചെയ്യാൻ തുടങ്ങി. ആ ക്രിസ്തുവിനെയാണ് യഹൂദന്മാർ കൊന്നത്. ആ ക്രിസ്തുവിനെയാണ്, യേശുവിനെയാണ് അവർ ക്രൂശിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തികഞ്ഞ സ്നേഹം, ഭയത്തെ അങ്ങനെ തികഞ്ഞ സ്നേഹം ആർക്കുണ്ടായിരുന്നു? യേശുവിനോട് ഈ സ്ത്രീക്കുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവൾ, ഹല്ലേലൂയ, അമ്മ, ചില സഹോദരിമാരുമായിട്ട് അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ അവിടെ ചെന്നു. ഹല്ലേലൂയ. വളരെ പ്രതീക്ഷയോടെ. എന്തിനാ പോയെന്നറിയാമോ? ആ ബോഡി, അരിമത്തിലെ യോസഫിന്റെ കല്ലറയിൽ വെച്ചിരിക്കുന്ന യേശുവിന്റെ ഭൗതിക ശരീരം എടുത്തോണ്ട് പോകാൻ വേണ്ടി അവൾ ഓടിച്ചെന്നത് അധികാരത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ. പക്ഷേ ഹല്ലേലൂയ, അവൾ ഓടി. ദൈവത്തിന് സ്തോത്രം. അവിടെ ചെന്നപ്പോൾ യേശുവിനെ കണ്ടില്ല. അവിടെ ചെന്നപ്പോൾ യേശുവിനെ കണ്ടില്ല. അയ്യോ, യേശുവിന്റെ ആ ഭൗതിക ശരീരം ആരെടുത്തുകൊണ്ട് പോയി? അത് പറയാനായിട്ട് അവൾ തിരിച്ചു വന്നു. ദൈവത്തിന് സ്തോത്രം. തിരിച്ചു വന്ന് പത്രോസിനോട് പറഞ്ഞു. ഹല്ലേലൂയ. പത്രോസിനോട് ഈ വിവരം പറഞ്ഞു. അരിമത്തിലെ യോസഫിന്റെ കല്ലറയിൽ അടക്കിയ യേശുവിനെ കണ്ടില്ല. ആ ഗുരുവിനെ ആരാണ് എടുത്തോണ്ട് പോയത്? എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. യേശുവിനെ അവിടെ ഇല്ലേ? യേശു അവിടെ ഇല്ലേ? ഇവർ രണ്ടുപേരും ചോദിച്ചു. അതായത് യേശു സ്നേഹിച്ച മറ്റൊരു ശിഷ്യൻ, അത് യോഹന്നാൻ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ യോഹന്നാനും പത്രോസും കൂടെ എന്ത് ചെയ്തു? ഹല്ലേലൂയ, വീണ്ടും അങ്ങോട്ട് പോയി. അരിമത്തിലെ യോസഫിന്റെ കല്ലറയുടെ ആ ഭാഗത്തേക്ക് പോകുകയാണ്. ഹല്ലേലൂയ. യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്ന് കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്നവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ച് രണ്ടാമത്തെ ഓട്ടം അവരിരുവരും ഒന്നിച്ചു വീണ്ടും ഓടി. ആദ്യം ഓടിയതാരാണ്? മഗ്ദലക്കാരത്തി മറിയ. രണ്ടാമതിപ്പോൾ പത്രോസും യോഹന്നാനും കൂടെ ഇരുവരും കൂടെ ഒന്നിച്ച് കല്ലറയിലേക്ക് ഓടുകയാ. ഹല്ലേലൂയ. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി. അപ്പൊ യോഹന്നാൻ പത്രോസിനേക്കാൾ അവൻ പത്രോസ് പുറകെ വരുമ്പോൾ പുറകെ വന്നിട്ട് ഞാൻ മുൻപോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്തു? വേഗത്തിൽ ഓടിച്ചെന്നപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. ആമേൻ. അവിടെ യേശുവിനെ കണ്ടില്ല. ആ താഴോട്ട് വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ച് അവസാനിപ്പിക്കാം. ആദ്യം കല്ലറയ്ക്കിലെത്തി കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു. അകത്ത് കടന്നില്ല താനും. അവന്റെ പിന്നാലെ ശിമോൻ പത്രോസും വന്ന് കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരിക്കുന്ന റൂമാൽ ശീലകളോട് കൂടെ കിടക്കാതെ വേറെ കിടന്ന് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. ആദ്യം കല്ലറയ്ക്കിലെത്തിയ
അപ്പോൾ അകത്ത് ചെന്ന് കണ്ടു വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ മറിയം കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് അവര് പോന്നു, ശിഷ്യന്മാരിങ്ങ് പോന്നു. യേശു അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. പക്ഷേ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് മടങ്ങി പോരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ആമേൻ. അവൾ യേശുവിനെ അനുഭവിച്ചറിഞ്ഞവളാ, അവൾ യേശുവിനെ രുചിച്ചറിഞ്ഞവളാ. ആമേൻ. നാളുകളായി അവളെ ശരീരത്തെ ബന്ധിച്ചു വെച്ചിരുന്ന ആ ബന്ധനം ഈ യേശു ജീവിച്ചിരുന്നപ്പോൾ ആ ബന്ധനത്തെ അറുത്തു മാറ്റിയതാ. ആ യേശുവിനെ ആമേൻ അവന്റെ ഭൗതിക ശരീരമെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് പോകാൻ ഉള്ള താല്പര്യത്തിൽ അവളിപ്പോൾ അവിടെ നിൽക്കുക. അവൾ നിരാശപ്പെട്ട് നിൽക്കുകയാ. ആരാണ് യേശുവിനെ എടുത്തുകൊണ്ട് പോയത്? അവൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ അടുത്ത വാക്യം, യേശുവിന്റെ ശരീരം കിടന്നിടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവനോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമേ, നീ എന്ത് ആഗ്രഹിച്ചാണ് പോയത്? എന്ത് ആഗ്രഹിച്ചാണ് ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്നത്? ഹല്ലേലൂയ. ആ ആഗ്രഹത്തെ നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി തരാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് അല്പസമയം ഒന്ന് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. അവിടെ ഒന്നുമില്ല, അവിടെ യേശുവില്ല, യേശുവിന്റെ ഭൗതിക ശരീരം അവിടെ ഇല്ല എന്ന് വിചാരിച്ച് ആമേൻ പത്രോസ് യോഹന്നാനും പോകും. പക്ഷേ അനുഭവിച്ചവർ, യേശുവിനെ അനുഭവിച്ചറിഞ്ഞവർ അവിടെ നിൽക്കും. ആമേൻ. അങ്ങനെ നിൽക്കുന്നവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ കഴിവുള്ള ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. ആമേൻ. കഴിഞ്ഞ 21 ദിവസം ദൈവസന്നിധിയിലായിരുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ. ആമേൻ. നിനക്ക് മറുപടി കിട്ടിയില്ല എന്ന് വിചാരിച്ച നീ ഭാരപ്പെടണ്ട. നീ ആയിരിക്കുന്നിടത്ത് എന്റെ അപ്പൻ നിനക്ക് വേണ്ടി നിന്ന്, നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്റെ ആവശ്യം എന്ത് എന്ന് ചോദിച്ച് നിന്റെ വിഷയത്തിന് മറുപടിയുമായി ആമേൻ നിന്നെ സമാധാനത്തോട് ഭവനത്തിലേക്ക് പറഞ്ഞയക്കാൻ കഴിവുള്ള ഒരു കർത്താവ് നമ്മുടെ നടുവിൽ ഉള്ളതിനായി നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് കരമടിച്ച് അല്പസമയം കർത്താവിനെ ആരാധിച്ചാട്ടെ. ഉറഗമന ദുഗജഗരഗദന അസ്തമാന റിപ്പപവ അസ്തുര റിഗകരാദിയനഗ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാല ജയമടിക്കുകയാണ്. ആമേൻ. നിന്റെ മേൽ ഒരു അഭിഷേകം ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. യേശു ജീവിച്ചിരിക്കുന്നു. യേശു മരിച്ച് ആമേൻ അടക്കി എങ്കിലും അവൻ അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നീ എന്താ ആഗ്രഹിച്ചോ, നീ ആരെ ആഗ്രഹിച്ചോ അവൻ നിന്റെ സമീപം നിൽക്കുവാൻ ഇന്ന് പകൽക്കാലം അവൻ നിന്റെ അടുക്കൽ തന്നെ ഉണ്ട്. ഓ റിഖാമാന ഹസ്തരാജഗസി. യേശുവിന്റെ നാമത്താൽ, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക. അവൻ നിന്റെ അടുക്കലുണ്ട്. നീ അവനെ കണ്ടേ പോകൂ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ യേശുവാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ ഓടി യേശുവിനെ കെട്ടിപ്പിടിച്ച് യേശുവിന്റെ കാൽക്കൽ നിന്ന് വീഴാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ യേശു പറഞ്ഞു, എന്നെ തൊടരുത്, എന്നെ തൊടരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല, ഞാൻ പോകാൻ പോകുക, നീ എന്നെ തൊടരുത്. ദൈവത്തിന് സ്തോത്രം. യേശുവാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവൾ വിളിച്ചു, റബൂനി റബൂനി റബൂനി. യേശുവിന്റെ നാമത്തെ ജയമെടുക്കുകയാ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, എന്റെ അപ്പൻ നിന്നെ കൈവിടുന്നവനല്ല, എന്റെ അപ്പൻ നിന്നെ ഉപേക്ഷിക്കുന്നവനല്ല. നീ 21 ദിവസക്കാലം ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയെങ്കിൽ നിനക്ക് മറുപടി കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഹല്ലേലൂയ എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് നിരൂപിച്ച് നീ ഭാരപ്പെട്ടിരിക്കേണ്ട ദൈവത്തിന്റെ പൈതലേ,
ഇന്നല്ലെങ്കിൽ നാളെ നീ ഇരിക്കുന്ന വിഷയത്തിന് മുമ്പിൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ, നിനക്ക് വേണ്ടി അടയാളങ്ങൾ ചെയ്യുവാൻ, നിന്റെ വിഷയത്തിന് പരിഹാരം വരുത്തുവാൻ ഇന്ന് രാവിലെ സമയം എന്റെ അരുമനാഥൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കർത്താവിനെ ഒരിക്കൽ കൂടെ സ്തുതിച്ച് അല്പസമയം ഒന്ന് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. പാപമില്ലാത്തവനായ കർത്താവ്, പരിശുദ്ധനായ കർത്താവ്, പാപത്തിന്റെ പുലബന്ധം പോലും ഇല്ലാത്ത അരുമനാഥൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഓൺ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തെ ജയമെടുക്കുകയാണ്. അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെടുവാനിടയായി. നമ്മുടെ പാപത്തെ കാൽവരിയിൽ ഹല്ലേലൂയ വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിക്കപ്പെടുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ യഹൂദന്മാർ ക്രൂശിച്ചു. യേശുവിനെ എന്തിനാണ് ക്രൂശിച്ചത്? യേശുവിന്റെ തലയിൽ മുൾക്കീടം എന്തിനു വേണ്ടി അടിച്ചു? യേശുവിന്റെ പുറം ഉഴുവിച്ചാല് പോലെ എന്തിന് കീറി? നാം അനുഭവിക്കേണ്ട പങ്കപ്പാടികൾ, പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന എന്നെയും നിങ്ങളെയും രക്ഷിച്ച് പുറത്തു കൊണ്ടുവരുവാൻ യേശു നമുക്ക് വേണ്ടി പാപയാഗമായി അവ കാൽവരിയിൽ യാഗമായി തീരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 312 പൗണ്ട് തൂക്കമുള്ള പച്ചപ്പൈ മരക്കുരിശിന്മേൽ യേശു വീണുമെഴുന്നേറ്റും. ഹല്ലേലൂയ. അവരിതാ മന്ദമന്ദമായി ആ ഗോൽഗോഥാ കൊടുമുടിയിലേക്ക് യാത്രയാകുന്ന നമുക്കൊന്ന് നമ്മുടെ ഹൃദയ കണ്ണുകൊണ്ടൊന്ന് ദർശിക്കാം. ദൈവത്തിന് സ്തോത്രം. ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ക്രൂശിന്മേ കാണുന്ന കാണുന്ന പ്രാണനാഥൻ എന്തിർക്കായി ചാകുന്നു. വാത്സല്യ ദൈവത്തിന്റെ ജനമേ, ഇന്ന് പകൽക്കാലം 1-2 കാര്യങ്ങളോട് ഓർപ്പിച്ച് കർത്താവിന്റെ തിരുമേശയിലേക്ക് ഞാൻ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് മരിച്ചത് എന്തിനാണ്? നമ്മുടെ കർത്താവിനെ അടക്കിയത് എന്തിനാണ്? അവൻ എന്തിനാണ് ഉയർത്തെഴുന്നേറ്റത്? അവൻ ഇന്നും ജീവിക്കുന്നത് എന്തിനാണ്? ഹല്ലേലൂയ. ഒരു ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരായി അന്യരും പരദേശികളുമായി നമ്മെ യാതൊരു യോഗ്യതയും പറയാനില്ലായിരുന്ന എന്നെയും നിങ്ങളെയും നാം അറിയാതെ നമ്മെ സ്നേഹിക്കുവാൻ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന പാപത്തിന്റെ പുലബന്ധം പോലും ഇല്ലാത്ത ആ കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുവാൻ ഇടയായി തീർന്നതിന്റെ രഹസ്യം എന്താണ്? ഹല്ലേലൂയ. ഒരു യോഗ്യതയും പറയാനില്ലാതിരുന്ന എനിക്കും നിനക്കും വേണ്ടി കാൽവരിയിൽ മരിക്കാൻ അവൻ തയ്യാറായത് എന്തിനാണ്? നമ്മെ ഈ പാപത്തിൽ നിന്ന് അരുമനാഥന്റെ അടുത്തോട്ട് ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റാൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടിയാണ് അവൻ ബലിയാടായി മാറിയത്. അതിനുവേണ്ടിയാണ് യേശു പങ്കപ്പാടികൾ ചെയ്തത്. ഹല്ലേലൂയ. ഇവിടെ റൊട്ടിയുണ്ട്, ഇവിടെ വൈനുണ്ട്. ദൈവത്തിന് മക്കളെ, ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇത് വിളിച്ചറിയിക്കുന്നതിന്റെ രഹസ്യം നിങ്ങൾക്കറിയാമോ? ദൈവത്തിന് സ്തോത്രം. റൊട്ടി ഇന്ന് പകൽക്കാലം നാം നുറുക്കുമ്പോൾ യേശുവിന്റെ ശരീരം ഇതുപോലെ നുറുക്കപ്പെട്ടുവെന്ന് നാം ഉള്ളിൽ ചിന്തിച്ച് ധ്യാനിച്ച് ഈ അപ്പത്തിൽ നിന്ന് ഒരു അംശം നമ്മൾ എടുത്ത് കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്കൊന്ന് വ്യാപിച്ച്, ദൈവത്തിന് സ്തോത്രം, മനസ്സിലായോ നിങ്ങൾക്ക്? യേശുവുമായിട്ട് അങ്ങ് ലയിക്കുന്ന ഒരു മനോഭാവം ഇന്ന് പകൽക്കാലം നമുക്ക് ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. അപ്പവീഞ്ഞുകളിൽ ഭാഗവാക്കാകുമ്പോൾ യേശുവിന്റെ സ്വഭാവം നമ്മിൽ ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. അവസാനത്തെ തുള്ളി രക്തം വരെയും അവസാനം വെള്ളവും രക്തവും കൂടി ഒഴുക്കി ആ അരുമനാഥൻ എന്തിനാണ്? ബ്ലഡ് വരാനില്ല, അവസാനം വെള്ളം കൂടെ വന്നു. ഇത് വിളിച്ചറിയിക്കുന്നത്
അവൻ നമുക്ക് വേണ്ടി ഒഴുക്കിയ ആ രക്തം എന്നെ കഴുകാൻ, എന്നെ വെടിപ്പാക്കാൻ, എന്നെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ അവന്റെ രക്തം എനിക്ക് വേണ്ടി ഒഴുക്കി. അത് മനസ്സിലാക്കി വേണം നാം ഇത് ഭക്ഷിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവുമായിട്ടുള്ള ആ ദൃഢമായ ബന്ധം നമുക്കെപ്പോഴും ഉണ്ടാകണമെന്ന് ഞാൻ ദൈവസ്നേഹത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഒന്ന് രണ്ട് ചിന്തകൾ ആമേൻ, ഒരു വാക്യം കൂടെ വായിച്ച് ആമേൻ സ്തോത്രം ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം പൗലോസ് 11-ാം അധ്യായത്തിന്റെ ദൈവത്തിന് സ്തോത്രം ആമേൻ 26-ാം വാക്യം ആമേൻ വായിച്ചാട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ആമേൻ 11:26. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കും. കർത്താവ് വരുവോളം അവന്റെ മരണത്തെ. കർത്താവ് വന്നോ? കർത്താവ് വന്നിരുന്നെങ്കിൽ ഈ മേശ ഇവിടെ ഇല്ല, കാണത്തില്ല. നമ്മളെല്ലാം പോവും, കർത്താവിന്റെ അടുത്തോട്ട് പോവും. ആമേ. നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മള് അമ്മേ അനീഷ് ഭാഷയില്ല, ഫിലിപ്പ് ഭാഷയില്ല, ഞാനില്ല, നമ്മൾ ആരും ഇവിടെ ഇല്ല. പിന്നെ കുറച്ചു പേര് കാണും. അങ്ങനെ കാണരുത്, അങ്ങനെ കാണരുത്, അങ്ങനെ കാണരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഉള്ള ഒരു 5-8 പേരൊന്നും ഇരിക്കുന്നതാണ്. ആമേ. സഭ ഹോളുണ്ട്, ഇവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ നമുക്കൂടെ ഒരു എന്ത് ചെയ്യാം, ഒന്ന് യോഗം നടത്താം എന്ന് പറഞ്ഞ് ആമേ കർത്തൃമേശയൊക്കെ നടത്തുന്ന ഇരിക്കട്ടെ. അത് ഭൂതത്തിന്റെ മേശയാണ്. ദൈവത്തിന് സ്തോത്രം. ഒറിജിനലാണ് നമ്മൾ പോണം, നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പോകണം. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ദൈവസഭയെ അതിനുവേണ്ടി ഒരുക്കാനാണ് കർത്താവ് ദാസനെ ഈ ദേശത്തേക്ക് കർത്താവ് അയച്ചത്. അവിടെ നമ്മൾ ഒരുങ്ങണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനല്ല, കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അടുത്ത വാക്യം, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ തന്നെത്താൻ ശോധന ചെയ്യണം. കർത്താവേ, ഞാൻ 21 ദിവസം ഉപവാസം ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ടും എനിക്ക് ഇന്ന സഹോദരിയോട് ആ വേദന, ആ ഭാരം ഒന്നും മാറ്റാൻ കഴിയുന്നില്ല. ഞാൻ നേരത്തെ അവളുമായി പിണങ്ങിയതാണ്. അങ്ങനെയുള്ളവരില്ല ഇല്ല എന്നെനിക്കറിയാം. ഞാൻ പിണങ്ങിയതാ. പക്ഷേ എനിക്ക് ആമേൻ ഇതിൽ നിന്ന് ഭാഗവാക്കാകുകയും ചെയ്യണം. അവൾ പിണങ്ങിയും ഇരിക്കുന്നു. കഴിക്കാൻ പറ്റുമോ? ഇല്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അല്ലയോ സഹോദര, അല്ലയോ സഹോദരി, ദൈവത്തിന് സ്തോത്രം. എനിക്ക് നിന്നുമായിട്ട് അല്പം ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ദൈവനാമത്തിൽ എന്നോട് അങ്ങ് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊരു സന്തോഷം ഉണ്ടാകുകയാണ്. അതിൽ ദൈവം എന്ത് ചെയ്യും? പ്രസാദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ ഉള്ളിൽ മനപ്രയാസം വെച്ച്, ഉള്ളിൽ വൈരാഗ്യം വെച്ച്, ഉള്ളിൽ അതും ഇതുമൊക്കെ വെച്ച് ഈ കർത്തൃമേശ എടുത്താൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കർത്തൃമേശ എടുത്താൽ ഹല്ലേലൂയ, ഇത് അനേകരും എന്തായി മാറും? നിദ്ര കൊള്ളും. അനേകരും രോഗികളായി മാറും. അനേകരും നിദ്ര കൊള്ളും. ആത്മീയമായി മരിക്കും, ശാരീരികമായി മരിക്കും. അങ്ങനെ മരിച്ച സംഭവമുണ്ട്. മരിച്ച സംഭവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു സഭയിൽ ഒരാൾക്ക് ആമേ പ്രശ്നമായിരുന്നു. ആമേൻ ചർച്ച കൂടുതൽ ഒരു സഭയിലാണ്. പണ്ട് പ്രശ്നമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ ദൈവദാസൻ ആ ആളിനോട് പറഞ്ഞു, അച്ചായൻ മാറിയിരിക്കണം, കർത്തൃമേശയിൽ മാറിയിരിക്കണം പറഞ്ഞു. ആമേൻ. പ്രശ്നം പരിഹരിച്ചിട്ട് മാത്രമേ കർത്താവിന്റെ മേശയിൽ ഭാഗവക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ ആ ആൾ മാറിയിരുന്നു. പക്ഷെ മാറിയിരിക്കുക മാത്രമല്ല, ആമേൻ, ഞാൻ കാണിച്ചത് ഞാൻ നോക്കട്ട കർത്തൃമേശ എടുക്കാമോ എന്ന് പറഞ്ഞ് പാസ്റ്ററെ വെല്ലുവിളിച്ചിട്ട മനുഷ്യൻ താഴെ ആമേൻ ജംഗ്ഷനിൽ ഇറങ്ങി ആമേൻ ഒരു ബന്നും ഒരു വൈനും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോയി വീട്ടിൽ പോയിരുന്ന് കർത്തൃമേശ കഴിച്ചു ഒറ്റയ്ക്ക്. ദൈവത്തിന് സ്തോത്രം. ഉച്ച കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ആമേൻ ആ മനുഷ്യൻ, അപ്പൊ ഈ വിവരം
ആമേൻ. ഈ പാസ്റ്റർ അറിഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഇനി അധികം നാൾ അച്ഛൻ കർത്തൃമേശ എടുക്കേണ്ടി വരത്തില്ല എന്ന പാസ്റ്ററും കൂടെ പറഞ്ഞു. നിങ്ങൾ കേൾക്കണോ? ആ ദൈവദാസൻ വേദനിച്ച് പറഞ്ഞ ദൈവദാസൻ, ആമേ മനുഷ്യൻ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ഒന്ന് വിശ്രമിച്ചിട്ട് ആ മനുഷ്യൻ പശുവിനെ തീറ്റാനായിട്ട് വസ്തുവിലേക്ക് പോയി, അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് പോയി. പശുവിനെ തീറ്റിക്കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരു മൂർഖൻ പാമ്പ് വന്ന് അദ്ദേഹത്തെ കൊത്തി. ആമേൻ. അദ്ദേഹം നിന്ന സ്ഥലത്ത്, അദ്ദേഹം കാടായിരുന്നു, നിന്ന സ്ഥലത്ത് നിന്ന് മൂർഖൻ പാമ്പ് കൊത്തി. ആമേൻ. അദ്ദേഹം അവിടെ സ്വല്പ സമയം കഴിഞ്ഞപ്പം വീണു. ആമേൻ. ആരുമില്ല. മക്കൾ നോക്കിയപ്പോൾ കാണുന്നില്ല. വിളിച്ച് പപ്പയെ വിളിച്ച് അച്ചായ അച്ചായ എന്ന് വിളിച്ച് വന്നപ്പോൾ പശു നിന്ന് പുല്ല് തിന്നുന്നുണ്ട്. പക്ഷേ അദ്ദേഹം കിടന്നിടത്ത് പാമ്പും ഇങ്ങനെ നിൽക്കുക, പത്തി വിടർത്തി. മനസ്സിലായി പാമ്പാണ് കൊത്തിയത് എന്ന്. ദൈവത്തിന്റെ മക്കളെ, ജീവിതത്തിൽ കർത്താവിനെ വെല്ലുവിളിച്ച് ഒന്നും ചെയ്യുവാൻ നമുക്ക് പറ്റത്തില്ല. വളരെ വിശുദ്ധിയോടെ നിർമ്മലതയോടെ ഈ അഭിജ്ഞകളിൽ ഭാഗവാക്കാകാൻ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. കർത്താവിന്റെ തിരുമേശയിൽ ഭാഗവാക്കാകാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അതത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രത്തിൽ കുടിക്കുകയോ ചെയ്യുന്നതല്ല. കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനും യോഗ്യമായി കഴിച്ചാൽ ഇത് അനേകർക്ക് വിടുതലിനും ആശ്വാസത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുമേശയിലേക്ക് പ്രവേശിക്കാം. പ്രിയ ഫിലിപ്പ് മാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ലതും മനോഹരമായ കർത്തൃദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിന്റെ മുഖത്തേക്ക് നോക്കുന്നു. കർത്താവേ, ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർക്കുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന നല്ല അവസരത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന ഞങ്ങളോട് അരുളി ചെയ്ത അരുമനാഥന്റെ വാക്കുകൾ കർത്താവേ, സഭയായി ക്രമീകരിക്കപ്പെട്ട ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അയോഗ്യമായി ഇതിനകത്ത് കരം നീട്ടുവാൻ ഒരിക്കലും ആരെയും അനുവദിക്കരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷ ചെയ്യുവാൻ നിന്റെ അഭിഷക്തനെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആവശ്യമേറിയ ദൈവകൃപ നിന്റെ അഭിഷക്തന്റെ മേൽ പകർന്നാട്ട് കർത്താവേ, ഇത് ഭക്ഷിച്ച് ഞങ്ങൾ പാനം ചെയ്യുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വിടുതലും സൗഖ്യം നൽകി ഞങ്ങളെ സഹായിക്കണം. ശുശ്രൂഷിപ്പാൻ ദാസനെ ശക്തീകരിക്കും. യേശുവിനുള്ള നാമത്തിൽ തന്നെ. സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ 3-ാം തീയതി മുതൽ ഇന്ന് വരെ വളരെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ഈ സഭ ഇവിടെ ആയിരിക്കാൻ സഹായിച്ചു. അനേക ദൈവദാസന്മാർ കടന്നു വന്ന് ശുശ്രൂഷിച്ചു. വളരെ സമർപ്പണത്തോടെ ആണ് നിന്റെ മക്കൾ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ഈ സമാപന ഞായറാഴ്ച കർത്താവിന്റെ തിരുമേശയോട് അനുബന്ധിച്ച് അവർ നിൽക്കുമ്പോൾ, ഇത് ഭക്ഷിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും അവരുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ക്രിസ്തുവിനെ ഒരിക്കൽ കൂടെ ഓർക്കുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനാണ് സ്തോത്രം. അങ്ങ് ഹല്ലേലൂയ, അങ്ങയുടെ പുറം മുഴുവച്ചാല് പോലെ കീറി എന്ന് ഞങ്ങൾ വായിക്കുന്നു. അങ്ങയുടെ മാംസം പിച്ച് ചീന്തപ്പെട്ടു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പാ, ആ വേദനകളെല്ലാം സഹിച്ചത് ഞങ്ങളെ വീണ്ടെടുക്കുവാൻ, ഞങ്ങളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ, ഞങ്ങളെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ അങ്ങ് ഞങ്ങളോട് കാണിച്ച സ്നേഹമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ കർത്താവെ, അപ്പത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തരണമേ. ഇത് ഭക്ഷിച്ച് ബലപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരികയും ചെയ്യുന്നത് എന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവർ അപ്പമെടുത്ത് സ്തോത്രം നുറുക്കി സ്തോത്രം സ്തോത്രം സ്തോത്രം
ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം ഏറിവാ, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം ഏറിവാ, മനുഷ്യരിൽ എന്തോ നന്മ കണ്ടു നീ രക്ഷകരാ, മനുഷ്യരിൽ എന്തോ നന്മ കണ്ടു നീ രക്ഷകരാ, ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ, ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ, മനുഷ്യനായി പാടുപെട്ടു കുരിശിന്മേൽ മരിച്ചു, മനുഷ്യനായി പാടുപെട്ടു കുരിശിന്മേൽ മരിച്ചു. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം ഏറിവാൻ, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം ഏറിവാൻ, മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷകരാ, മനുഷ്യരിൽ എന്തോ നന്മ കണ്ടു നീ രക്ഷകരാ. സ്തോത്രം ചെയ്യാം. സ്തോത്രത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണ്ടി അയക്കുവാൻ അങ്ങക്ക് ഞങ്ങളിൽ പ്രസാദം തോന്നിയ അങ്ങയുടെ കൃപകൾക്കായി സ്തോത്രം. 33 തിരുവയസ്സിൽ ഞങ്ങൾക്ക് വേണ്ടി 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികൾ മേൽ തൂങ്ങപ്പെട്ട കർത്താവേ, അങ്ങ് മരിച്ചവൻ മാത്രമല്ല, മരണമേ നിന്റെ ജയം എവിടെ, പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ച് മരണത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവേ, അങ്ങേ ഒരിക്കൽ കൂടെ ഓർക്കുവാൻ ഈ ഭൂമിയിൽ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഈ പാനപാത്രത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തരണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആവണം തന്നെ. അവൻ അത്താഴങ്ങൾക്ക് ശേഷം പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിന്റെ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. പാപികളും ദ്രോഹികളും ആയ വർഗത്തെ, പാപികളും ദ്രോഹികളും ആയ വർഗത്തെ വീണ്ടെടുപ്പാൻ എത്ര കഷ്ടം സഹിച്ചു നീ ശാന്തമായി, വീണ്ടെടുപ്പാൻ എത്ര കഷ്ടം സഹിച്ചു നീ ശാന്തമായി. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം മേരിവാൻ,
സ്നേഹം ഇത്ര സ്നേഹം ഇത്ര സ്നേഹം ഏറിവാൻ മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകരാ മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകരാ നിർമ്മലന്മാർ പൂജിക്കുന്ന പരലോക അപ്പം താൻ നിർമ്മലന്മാർ പൂജിക്കുന്ന പരലോക അപ്പം താൻ പാപികൾക്കു ജീവൻ നൽകി രക്ഷിക്കും നീ രക്ഷകൻ പാപികൾക്കു ജീവൻ നൽകി രക്ഷിക്കും നീ രക്ഷകൻ ഇത്ര സ്നേഹം ഇത്ര സ്നേഹം ഇത്ര സ്നേഹം ഏറിവാൻ ഇത്ര സ്നേഹം ഏറിവാൻ മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷകരാ മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷകരാ ഓ ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ മനുഷ്യനായി പാടുപെട്ടു കുരിശിന്മേൽ മരിച്ചു മനുഷ്യനായി പാടുപെട്ടു കുരിശിന്മേൽ മരിച്ചു. നമുക്ക് ഈ പാനപാത്രത്തെയും വാഴ്ത്തി തന്നിരിക്കാൻ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഈ മേശമേൽ ഇനിയും അപ്പവീഞ്ഞുകൾ ശേഷിച്ചിരിക്കുന്നു. ആമേൻ. ഈ മേശ നമ്മെ വിളിച്ചറിയിക്കുന്നത്, ഹല്ലേലൂയ, ഈ അപ്പവീഞ്ഞുകൾ നമ്മെ വിളിച്ചറിയിക്കുന്ന രഹസ്യം നമ്മുടെ രക്തത്തിന് രക്തവും നമ്മുടെ മാംസത്തിന് മാംസവുമായ അനവധി പ്രിയപ്പെട്ടവർ ഇനിയും ആമേ ഹല്ലേലൂയ ഈ മണവാട്ടി പദവിയിലേക്ക് പ്രവേശിപ്പാൻ, ദൈവസഭയുടെ അംഗങ്ങളായി തീരുവാൻ, കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ ഇനിയും അനവധി പ്രിയപ്പെട്ടവരുണ്ട്. അവരും ആമേ ഈ പഞ്ചായത്തിലുണ്ട്. ഹല്ലേലൂയ. ഈ ദേശത്തുണ്ട് അനവധി പ്രിയപ്പെട്ടവര്. അടുത്ത ഞായറാഴ്ച മുതൽ ഈ ആലയത്തിൽ കടന്നു വന്ന് ഹല്ലേലൂയ ആമേ കർത്താവിനെ ആരാധിപ്പാൻ അനവധി പേര് സ്നാനത്തിന് വേണ്ടി ഒരുങ്ങുവാൻ, വിശുദ്ധിയോടെ വേർപാടോടെ കർത്താവിന്റെ ആമേ മണവാട്ടി പദവി അലങ്കരിക്കുവാൻ ആത്മാർത്ഥമായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് രണ്ട് കാര്യങ്ങൾ കർത്തദാസൻ ഓർപ്പിക്കും. അതിനുശേഷം ഒരു വാക്യം വായിച്ച് ഒരു പാട്ടുപാടി ആമേ നമുക്ക് അടുത്ത ശുശ്രൂഷയിലേക്ക്. എല്ലാവരും ദൈവം സഹായിക്കട്ടെ. ബഹുമാന്യ പാസ്റ്റർക്ക് നന്ദി പറയുന്നു. ഇന്ന് ഈ മീറ്റിംഗിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കരുതിയിട്ടുണ്ട്. അത് നമ്മുടെ YP